ഹലോ മക്കേഴ്സ്, നമ്മളിപ്പോ പഠിക്കാൻ പോകുന്നത് തേർഡ് പാർട്ട്. ഏത് ചാപ്റ്ററിന്റെയാണ്? തെർമോഡൈനാമിക്സ് അല്ലെ. അപ്പൊ നിങ്ങൾ എക്സാമിന്റെ ഫൈനൽ കുറച്ച് മന്ത്സിലേക്ക് ഒക്കെ വരുമ്പോഴായിരിക്കും ഈ തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലേക്ക് വരിക അല്ലെ. അപ്പൊ നമ്മുടെ ഒരു ലാസ്റ്റ് പോർഷനിലോട്ടൊക്കെ വരുന്ന ഒരു ചാപ്റ്റർ ആണ്. അപ്പൊ നിങ്ങൾക്ക് എന്താണ് കുറച്ച് വലിയ വലിയ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് അതിനിടയ്ക്ക് ഒന്ന് കുറച്ചൊന്ന് മൈൻഡ് ഒന്ന് ഡൈവേർട്ട് ചെയ്യാൻ പഠിക്കാൻ പറ്റിയ, കാരണം ഫിസിക്സിന്റെ കെമിസ്ട്രിയുടെ ഒക്കെ ഒരു കോമ്പിനേഷൻ വരുന്ന ഒരു ചാപ്റ്റർ അല്ലെ. അപ്പൊ തെർമോഡൈനാമിക്സിന്റെ ഓൾറെഡി 2 സെക്ഷൻസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ലോ, സീറോത്ത് ലോ, അതുപോലെ തന്നെ ബേസിക്സ് ആയിട്ടുള്ള തെർമോഡൈനാമിക്സിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം. നമ്മൾ ഈ ഫൈനൽ പാർട്ടിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്, ഈ ഒരു ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, അതുപോലെ തന്നെ ഐസോതെർമൽ പ്രോസസ്സിലും അഡയബാറ്റിക് പ്രോസസ്സിലൊക്കെ വർക്ക് ഡൺ എന്താണ്, ഇതൊക്കെയായിരുന്നു ഇതിന് മുന്നുള്ള സെക്ഷൻസിൽ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഈ ഒരു സെക്ഷനിൽ നിന്ന് ഏറ്റവും പ്രൈം ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങൾ പഠിക്കേണ്ട കാര്യമാണ് കാർനോട്ട് എഞ്ചിൻ. ഓക്കെ, സോ അതിന്റെ ഒരു ഇന്റർപ്രിട്ടേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ അതിനു മുന്നേ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം, എന്നാൽ മാത്രമേ നമുക്ക് കാർനോട്ട് എഞ്ചിനിലേക്ക് കയറാൻ പറ്റുള്ളൂ. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്താണ് റിവേഴ്സിബിൾ, ഇറിവേഴ്സിബിൾ പ്രോസസ് എന്നൊക്കെ അല്ലെ. ആ ഒരു വേർഡ് മീനിങ്ങിൽ തന്നെ നിങ്ങൾക്ക് കിട്ടും എന്താണ് ഈ റിവേഴ്സിബിൾ എന്ന്. റിവേഴ്സിബിൾ എന്ന് വെച്ചാൽ റിവേഴ്സ് ഇടുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാറിൽ പോകുമ്പോൾ നിങ്ങൾക്ക് അറിയാം അല്ലെ. റിവേഴ്സ് ഇടുക എന്ന് പറഞ്ഞാൽ നമ്മൾ പോയ ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ തിരിച്ചു വരിക. ഓക്കെ, അതിനെയാണ് റിവേഴ്സിബിൾ എന്ന് പറയാം അല്ലെ. അപ്പൊ റിവേഴ്സിബിൾ പ്രോസസ് എന്ന് പറഞ്ഞാലും സിമ്പിൾ അത് തന്നെയാണ്. ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ തുടങ്ങി നമ്മൾ കുറച്ച് അങ്ങോട്ട് മാറി തിരിച്ച് അതേ സ്ഥലത്തോട് നമ്മൾ എത്താൻ പറ്റണം. അതിനെയാണ് നമ്മൾ പറയാ റിവേഴ്സിബിൾ പ്രോപ്പർട്ടി എന്ന് പറയാ അല്ലെ. അപ്പൊ റിവേഴ്സിബിൾ പ്രോസസ്സിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ഇറിവേഴ്സിബിൾ പ്രോസസ് അല്ലെ. അപ്പൊ നമുക്കറിയാം നമ്മളൊരു സിസ്റ്റത്തെ കൺസിഡർ ചെയ്യുന്നു. ആ സിസ്റ്റത്തിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും? ആ സിസ്റ്റം നമ്മൾ മെയിൻ ആയിട്ട് 3 വേരിയബിൾസ് ആണ് ഒരു സിസ്റ്റത്തില്, തെർമോഡൈനാമിക് സിസ്റ്റത്തിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഏതൊക്കെയായിരിക്കും? പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ. ഈ 3 സിസ്റ്റംസിനെ ആയിരിക്കും നമ്മൾ ഒരു തെർമോഡൈനാമിക് സിസ്റ്റത്തിൽ മെയിൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്ന വേരിയബിൾ. അതേസമയം ഇങ്ങനത്തെ സിസ്റ്റത്തില് നമുക്ക് മെയിൻ ആയിട്ട് വേറെ പല ഫാക്ടേഴ്സ് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാം അല്ലെ. നമ്മൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സറൗണ്ടിങ്സ് എന്ന് പറയും അല്ലെ. ഒരു സിസ്റ്റത്തിൽ നമ്മൾ ആപ്ലിക്കബിൾ ആയിട്ടുള്ള കുറച്ച് വേരിയബിൾസ്. സിസ്റ്റത്തിന് പുറത്തുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് പേരിട്ടാ വിളിക്കുക? We call it as surroundings അല്ലെ. അപ്പൊ ക്വാസി സ്റ്റാറ്റിക് പ്രോസസ് എന്ന് വെച്ചാൽ എന്താ? ഓക്കെ, അപ്പൊ ഈ പേര് കേൾക്കുമ്പോൾ നമുക്ക് കുറച്ചൊരു നമ്മൾ പറയും കുറച്ച് വിജൃംഭിച്ച പേരാണെന്നൊക്കെ പറയില്ലേ, അതുപോലെ അല്ലെ. പക്ഷെ സംഭവം സിമ്പിൾ ആണ്. ഓക്കെ, അതായത് കുറച്ച് നമുക്ക് ഈ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ എന്താന്ന് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞ പോലെ ഉദ്ദേശിക്കുന്ന സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ ഏകദേശം സ്റ്റാറ്റിക് മോഡാണ്, അല്ലെങ്കിൽ നിർത്തിയെടുത്ത് തന്നെ നിൽക്കുന്ന പറയില്ലേ. അപ്പൊ അതുപോലെയാണ് ക്വാസി സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ. ക്വാസി മീൻസ് മിഡില്, അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല എന്നൊക്കെ പറയില്ലേ, അതുപോലെ. സോ ഇറ്റ് ഈസ് എ ഹൈപ്പോത്തറ്റിക്കൽ കൺസ്ട്രെയിന്റ്. ആക്ച്വലി ഇത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഉണ്ടെന്നും പറയാം ഇല്ലെന്നും പറയാന്ന് പറഞ്ഞൊരു അവസ്ഥയാണ്. അപ്പം ഒരു ഹൈപ്പോത്തറ്റിക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വലി ഇത് എക്സിസ്റ്റ് ചെയ്യാൻ വളരെ ചാൻസ് കുറവായിട്ടുള്ള ഒരു ഒരു സിസ്റ്റമാണ്. ഓക്കെ, ഈ ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സിൽ എന്താ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, the thermodynamic system proceeds extremely slow that every instant of time the temperature and pressure are same in all parts of system. നിങ്ങളൊരു സിസ്റ്റം എടുത്തു. ഓക്കെ, സോ ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സിൽ എന്താന്ന് വെച്ചാൽ നമ്മളൊരു സിസ്റ്റം കൺസിഡർ ചെയ്യാണ്. ആ സിസ്റ്റത്തിൽ എന്താന്ന് വെച്ചാൽ കാര്യങ്ങൾ നടക്കുന്നതൊക്കെ വളരെ മെല്ലെ പോക്കായിരിക്കും. അതായത് നിങ്ങൾ ഒരു പർട്ടിക്കുലർ ടൈം ഇൻസ്റ്റന്റ് എടുക്കുവാണെങ്കിൽ ആ സമയത്തെ ആ ഒരു പർട്ടിക്കുലർ ടൈമിൽ അവിടുത്തെ ടെമ്പറേച്ചറും പ്രഷറും ആ സിസ്റ്റത്തിൽ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തും സെയിം ആയിട്ടായിരിക്കും തോന്നുക. അപ്പൊ ഉദാഹരണത്തിന് ഇപ്പം നിങ്ങൾ ഒരു സിസ്റ്റം എടുക്കുന്നു. ഓക്കെ, ഇതൊരു കൺസിഡർ ദിസ് ആസ് എ സിസ്റ്റം. ഓക്കെ, ഈ ഒരു സിസ്റ്റം നിങ്ങൾ എടുക്കുന്നു. അപ്പൊ ഈ ഒരു സിസ്റ്റത്തില് നിങ്ങളിപ്പം അതിനകത്ത് മോളിക്യൂൾസ് ഒക്കെ ഉണ്ട്. ഓക്കെ, സോ ഈ ഒരു സിസ്റ്റം നിങ്ങൾ കൺസിഡർ ചെയ്യുകയാണ്. അപ്പൊ നിങ്ങൾ ഒരു സ്റ്റോപ്പ് വാച്ച് വെച്ചിട്ട് ഡിഫറെന്റ് ടൈം സോണിൽ ഡിഫറെന്റ് ടൈമിൽ അവിടുത്തെ പ്രഷറും ടെമ്പറേച്ചറും നിങ്ങൾ പല സ്ഥലത്ത് നിങ്ങൾ നോക്കുവാണ്. ഓക്കെ, നിങ്ങൾ പല സിസ്റ്റത്തിന്റെ ഉള്ളിലെ പല പോയിന്റ്സിൽ നിങ്ങൾ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പ്രഷറും ടെമ്പറേച്ചറും ഓൾമോസ്റ്റ് സെയിം ആണ്. അതായത് ഒരു സ്റ്റാറ്റിക് കണ്ടീഷനാണ്, ഡിഫർ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഇതൊരു സിസ്റ്റമാണ് അല്ലെ. ഈ സിസ്റ്റത്തിന് പുറത്തുള്ള കാര്യങ്ങളെ നമ്മൾ പറയാ, സിസ്റ്റത്തിന് പുറത്തുള്ള കാര്യങ്ങളെയാണ് നമ്മൾ പറയുന്നത് സറൗണ്ടിങ്സ് അല്ലെ, സറൗണ്ടിങ്സ്. സോ ഇങ്ങനെ ഒരു ക്വാസി സ്റ്റാറ്റിക് സിസ്റ്റം ഒരു ഹൈപ്പോത്തറ്റിക്കൽ ഒരു കൺസ്ട്രക്റ്റ് ആണ് നമ്മൾ പറഞ്ഞു. അതായത് അത് കോമൺ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നതാണോ എന്ന് ചോദിച്ചാൽ നമുക്കതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല അല്ലെ. അത്രയും സ്ലോ ആയിട്ടാണ് ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു സപ്പോസ് ഒരു ക്വാസി സ്റ്റാറ്റിക് സിസ്റ്റം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും
ഇതിന്റെ ഉള്ളിൽ ഇങ്ങനത്തെ ഒരു സിസ്റ്റത്തിന്റെ ഉള്ളിലെ പ്രഷറും സറൗണ്ടിങ്സിലെ പ്രഷറും തമ്മിൽ വളരെ സ്മോൾ ആയിട്ടുള്ള ഡിഫറൻസേ ഉണ്ടാവുള്ളൂ. അതായത് വി കോൾ ഇറ്റ് ആസ് ഇൻഫിനിറ്റെസിമലി സ്മോൾ. ഓക്കെ, അതായത് വളരെ ചെറിയ ഡിഫറൻസേ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ ഇങ്ങനത്തെ ഒരു ക്വാസിസ്റ്റാറ്റിക് പ്രോസസ് ഉള്ള ഒരു സിസ്റ്റം ആണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും പ്രഷറും അതുപോലെ തന്നെ ടെമ്പറേച്ചറും. ഓക്കെ, സോ ഡിഫറൻസ് ബിറ്റ്വീൻ ദ സിസ്റ്റം ദാറ്റ് ഇസ് എക്സിസ്റ്റിംഗ് ഇൻ എ ക്വാസിസ്റ്റാറ്റിക് പ്രോസസ് ആൻഡ് ദ സറൗണ്ടിങ്സ് ഓക്കെ വളരെ കുഞ്ഞായിരിക്കും. ഓക്കെ, അപ്പം പ്രഷറും ടെമ്പറേച്ചറും സിസ്റ്റത്തിന്റെയും ഔട്ട്സൈഡ് സറൗണ്ടിങ്സിന് തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല, വളരെ ചെറുതായിരിക്കും. ഓക്കെ, ആൻഡ് ഓൾസോ ഇതിനകത്ത് നടക്കുന്ന പ്രോഗ്രസ് ഒക്കെ വളരെ സ്ലോ ആയിരിക്കും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു സിസ്റ്റം എക്സിസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലി കുറച്ച് എന്താണ് നിയർലി ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ എന്താണ് നമ്മൾ ചില കാര്യങ്ങളിൽ ഇങ്ങനത്തെ ഒരു ഹൈപ്പോത്തറ്റിക്കൽ ഇത് കൊടുത്താണ് നമ്മൾ ക്വാസിസ്റ്റാറ്റിക് പ്രോസസ്സിനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുക. ഓക്കെ, സോ നമുക്കത് നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മൾ നിങ്ങളോട് ഇപ്പൊ സപ്പോസ് എന്തെങ്കിലും ചോദിച്ചാൽ യു ക്യാൻ സേ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടെമ്പറേച്ചർ ഓഫ് ദ സിസ്റ്റം and the surroundings is infinitesimally small and difference between pressure of the system and the surroundings. Okay, so quasi-static process നടക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു സിസ്റ്റത്തിന്റെ പ്രഷറും ടെമ്പറേച്ചറും അതിന്റെ സറൗണ്ടിങ്സിന് വെച്ച് നോക്കുമ്പോൾ എന്തായിരിക്കും വളരെ സ്മോൾ ആയിരിക്കും. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു പ്രോഗ്രസ് എന്ന് പറയുന്നത് എന്തായിരിക്കും വളരെ ലെസ് ആയിരിക്കും. ഇത് ഇങ്ങനെ ഒരു സാധനം എക്സിസ്റ്റ് ചെയ്യാനും വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ അല്ലേ? സോ അതാണ് ഒരു ക്വാസിസ്റ്റാറ്റിക് പ്രോസസ് എന്ന് പറഞ്ഞാൽ. ഇനി എന്താണ് ഒരു റിവേഴ്സിബിൾ പ്രോസസ്? മാം ഓൾറെഡി പറഞ്ഞു അല്ലെ, അതായത് പ്രോസസ് ദാറ്റ് ക്യാൻ ബി എക്സാക്ട്ലി റിവേഴ്സ് ടേണിംഗ് ബോത്ത് ദ സിസ്റ്റം ആൻഡ് സറൗണ്ടിങ് ടു ദർ ഒറിജിനൽ സ്റ്റേറ്റ് വിത്തൗട്ട് എനി അതർ എഫക്ട്സ്. അതായത് സിസ്റ്റത്തിന്റെ സറൗണ്ടിങ്സിനെയും എന്താണ് ഒറിജിനൽ കണ്ടീഷനിലോട്ട് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന ഒരു അതിന്റെ ഒരു സാധ്യതയുള്ള ഒരു പ്രോസസ്സിനെയാണ് റിവേഴ്സിബിൾ പ്രോസസ് എന്ന് പറയുക. ഓക്കെ, നമ്മൾ റിവേഴ്സ് ഗിയർ ഇടുന്ന പോലെ അല്ലെ. അപ്പൊ ഈ ക്വാസിസ്റ്റാറ്റിക് പ്രോസസ് നമ്മൾ പറഞ്ഞു അത് വളരെ ഒരു സ്ലോ പ്രോസസ് ആണ്. നമ്മളൊരു ഇൻസ്റ്റന്റ് ഓഫ് ടൈം നോക്കുകയാണെങ്കിൽ അതിലെ പ്രഷറും ടെമ്പറേച്ചറും ഓൾമോസ്റ്റ് എല്ലാ പോയിന്റ്സിലും സെയിം ആയിരിക്കും. അതുപോലെ തന്നെ വേറെ എന്തായിരുന്നു, നമ്മുടെ ഇതിന്റെ ഉള്ളിലുള്ള സിസ്റ്റത്തിന്റെ ഉള്ളിലുള്ള ടെമ്പറേച്ചറും പ്രഷറും സറൗണ്ടിങ്സിൽ പ്രഷറും ടെമ്പറേച്ചറും വെച്ച് നോക്കുമ്പോൾ വളരെ ചെറിയ വ്യത്യാസം മാത്രമേ കാണിക്കുള്ളൂ. സോ ഒരു ക്വാസിസ്റ്റാറ്റിക് പ്രോസസ് ആക്ച്വലി ഫ്രിക്ഷനോ അല്ലെങ്കിൽ വിസ്കസ് ഫോഴ്സോ അങ്ങനത്തെ ഡ്രാഗിങ് ഫോഴ്സുകളോ ഒന്നുമില്ലാത്ത, അതായത് ഒപ്പോസിങ് ഫോഴ്സുകൾ ഒന്നും ഇല്ലാത്ത ഒരു ക്വാസിസ്റ്റാറ്റിക് പ്രോസസ് ഐഡിയലി റിവേഴ്സിബിൾ ആണ്. ഓക്കെ, ബട്ട് ഇതൊരു ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ടുള്ള ഒരു നമ്മളൊരു കൺസെപ്റ്റ് ആണ്. ഇത് നമുക്ക് ഒരു പ്രാക്ടിക്കൽ ലെവലോട്ട് കുറച്ചും കൂടെ അത് ഇനിയും ഡെവലപ്പ് ആവാനുണ്ട്. ഓക്കെ, സോ ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് എന്താണ് ഒരു റിവേഴ്സിബിൾ പ്രോസസ്. ഓക്കെ, റിവേഴ്സ് ചെയ്യാൻ പറ്റുന്ന പ്രോസസ് സിസ്റ്റവും അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട സറൗണ്ടിങ്സിനെ റിവേഴ്സ് ചെയ്യാൻ പറ്റണം. അങ്ങനെയുള്ള പ്രോസസ്സിനെയാണ് റിവേഴ്സിബിൾ പ്രോസസ് എന്ന് പറയുന്നത്. ഓക്കെ, then cyclic process. What do you mean by cyclic process? മക്കളെ, നിങ്ങൾ സൈക്കിൾ ഓടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നിങ്ങളിപ്പോൾ അതിന്റെ വീലിൽ നോക്കുവാണെങ്കിൽ അതിങ്ങനെ പോയി ഇങ്ങനെ പോയി, പിന്നെ ഇങ്ങനെ പോയി ഇങ്ങനെ പോയി, ഇങ്ങനെ വട്ടം കറങ്ങി അല്ലെ. അതായത് സൈക്കിൾ നിങ്ങൾ ഒരു ഇത് നോക്കുവാണെങ്കിൽ പോയി ആ പോയിന്റിൽ തന്നെ വന്ന് പിന്നെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ. അതുപോലെയാണ് സൈക്ലിക് പ്രോസസ് എന്ന് പറഞ്ഞാൽ തുടങ്ങിയിടത്ത് തന്നെ എത്തും. ഓക്കെ, നിങ്ങൾ എവിടുന്ന് തുടങ്ങിയോ അവിടെ തന്നെ തിരിച്ചെത്തും. അപ്പൊ എന്താ പ്രശ്നം എന്താണ്? അപ്പൊ പുറത്തുനിന്ന് ഒരാൾ നോക്കുവാണെങ്കിൽ ഇത്ര സമയം കൊണ്ട് പിന്നെ അവിടെ തന്നെ എത്തി അല്ലെ. അപ്പൊ ശരിക്കും നിങ്ങൾ അത് ആ ഒരു ടേൺ എടുത്തിട്ടുണ്ടോ എന്ന് നമുക്ക് തോന്നത്തില്ല. അത്രയും പെട്ടെന്നാണ് കാര്യങ്ങൾ നടക്കുന്നത്. സോ സൈക്ലിക് പ്രോസസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ തെർമോഡൈനമിക് പ്രോസസ് ഇൻ വിച്ച് സിസ്റ്റം റിട്ടേൺസ് ടു ഇറ്റ്സ് ഫൈനൽ സ്റ്റേറ്റ് ആഫ്റ്റർ അണ്ടർഗോയിങ് എ സീരീസ് ഓഫ് ചേഞ്ചസ്. ഓക്കെ, അതായത് സിസ്റ്റം ഇനീഷ്യൽ സ്റ്റേറ്റിലോട്ട് തന്നെ വരുന്നു. അതിനെയാണ് നമ്മൾ എന്ത് പറയാ, ഒരു സൈക്ലിക് പ്രോസസ് എന്ന് പറയാ. ഓക്കെ, നമുക്കറിയാം ഇന്റേണൽ എനർജി എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി പഠിച്ചു അല്ലെ. ഒരു ഇന്റേണൽ എനർജി, ഒരു സിസ്റ്റത്തിന്റെ ഇന്റേണൽ എനർജി എന്തിനൊക്കെ ഫാക്ടേഴ്സിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുക? നമ്മൾ പറഞ്ഞു ഡെൽറ്റ യു ആണ് ഇന്റേണൽ എനർജി അല്ലെ. അതായത് നമ്മൾ ഒരു സിസ്റ്റത്തിന്റെ ഡെൽറ്റ എനർജിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയായിരുന്നു? ഹീറ്റും അതുപോലെ തന്നെ വർക്കും അല്ലെ. ഒന്നെങ്കിൽ ഹീറ്റ് ചേഞ്ച് ചെയ്യുക അല്ലെങ്കിൽ വർക്ക്, ഇത് രണ്ടും ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് ഇന്റേണൽ എനർജി ചേഞ്ച് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ അതിന്റെ ഇക്വേഷൻ എങ്ങനെയായിരുന്നു? അതായത് ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ക്യൂ മൈനസ് ഡബ്ല്യു, ഇങ്ങനെയായിരുന്നു നമ്മുടെ ഇക്വേഷൻ അല്ലെ. അതായത് ക്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്നാണ് നമുക്ക് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിലേക്ക് നമ്മൾ എത്തുന്നത് അല്ലെ. അപ്പൊ ക്യൂ എന്ന് പറഞ്ഞ ഹീറ്റും ഡബ്ല്യു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വർക്ക് ഡണ്ണും ആണ്. അപ്പൊ ഈ ഡെൽറ്റ യു എന്ന് പറയുന്നത് നമ്മുടെ ഇന്റേണൽ എനർജി ഇല്ലേ. ഇന്റേണൽ എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വലി ഒരു സ്റ്റേറ്റ് വേരിയബിൾ ആണ്. എന്തായിരുന്നു സ്റ്റേറ്റ് വേരിയബിൾ? സ്റ്റേറ്റ് അല്ലെ. സ്റ്റേറ്റ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഈ വേരിയബിള്, ഈ ഡെൽറ്റ ക്യൂ എന്ന് പറയുന്ന ഡെൽറ്റ യു അല്ലെങ്കിൽ ഇന്റേണൽ എനർജി എന്ന് പറയുന്ന ആ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ് വേരിയബിൾ ആണെന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്?
ആ ഒരു വേരിയബിൾ ഒരേ ഒരു കാര്യത്തെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഇല്ലെങ്കിൽ എന്താണ്, ഇനീഷ്യലി നിങ്ങളുടെ സ്റ്റേറ്റ് എന്താണ്? ഓക്കെ, മാർഗമല്ല ലക്ഷ്യമാണ് പ്രധാനം എന്ന് പറയത്തില്ലേ? അപ്പൊ ഏത് മാർഗത്തിലൂടെ സഞ്ചരിച്ചു എന്നുള്ളത് ഇവിടെ വിഷയമുള്ള കാര്യമല്ല. ഫൈനലി നിങ്ങൾ എവിടെ എത്തി. ഇപ്പൊ മക്കളെ നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ ഇപ്പൊ പരീക്ഷയ്ക്ക് ഓക്കെ, നിങ്ങൾ മേ ബി അതുവരെ കുറെ നാൾ ഇപ്പൊ ഉഴപ്പിയൊക്കെ നടക്കുമായിരിക്കും. പക്ഷെ ഫൈനൽ പരീക്ഷയിൽ നിങ്ങൾ എന്ത് സ്കോർ ചെയ്യുന്നു അതാണ് ഓക്കെ, നിങ്ങൾ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത്. ഫൈനൽ ഇതിൽ നിങ്ങളുടെ കട്ടൗട്ടൊക്കെ വെച്ച് അല്ലെ, നമ്മൾ പറയും എന്താണ്, കളിയാക്കവരെ കൊണ്ട് കട്ടൗട്ട് വെപ്പിക്കുന്ന മാസ പരിപാടിയില്ലേ, അതുപോലെ ആയിരിക്കണം. ഓക്കെ, അതായത് നിങ്ങളെ ഇപ്പം കുറച്ച് അവിടെ ഇവിടെയൊക്കെ കുത്തി പറയുന്ന ആൾക്കാരെ കൊണ്ട് എന്താ, നിങ്ങൾ ഫൈനൽ ഈ ഒരു +2 ഫൈനൽ റിസൾട്ട് വരുമ്പോൾ എന്താണ്, +1 +2 ഒരു ഫൈനൽ റിസൾട്ട് വരുമ്പോൾ ഫൈനലി നിങ്ങൾ എവിടെ എത്തിയിരിക്കുന്നു. അതിന് മുന്നേ നിങ്ങൾ അതിലെ കൂടെ ഒക്കെ പോയി ഇടയ്ക്ക് ഉഴപ്പിയോ എന്നുള്ളതൊന്നും സീനല്ല. ഓക്കെ, അപ്പൊ അതുപോലെയാണ് ഫൈനൽ പൊസിഷൻ എന്താണ്, ഇനീഷ്യലി നിങ്ങൾ എന്തായിരുന്നു, ഫൈനലി നിങ്ങൾ എവിടെ എത്തി നിൽക്കുന്നു, അതാണ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സോ നമ്മുടെ ഇന്റേണൽ എനർജി എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് വേരിയബിൾ ആണ്. ഫൈനൽ പൊസിഷൻ എന്താണെന്നുള്ളത് മാത്രമാണ്, അത് പൊസിഷനെ മാത്രമേ അത് ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, സോ സൈക്ലിക് പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, നമ്മൾ അതിൻ്റെ ഒരു PV ഡയഗ്രാം വരയ്ക്കുവാണെങ്കിൽ, ഓക്കെ, ഇപ്പം നമ്മളൊരു PV ഡയഗ്രാം വരയ്ക്കുവാണെങ്കിൽ അതിങ്ങനെയായിരിക്കും. ഓക്കെ, സപ്പോസ് ഇതാണ് നമ്മുടെ ഗ്രാഫിന്റെ ആക്സിസ് എങ്കിൽ ഓക്കെ, ഇത് പിയും ഇത് വിയും ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ PV ഡയഗ്രാം സൈക്ലിക് പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഇതിപ്പോ സപ്പോസ് ഞാൻ ഇവിടുന്ന് തുടങ്ങി. ഓക്കെ, ഈ ഒരു പോയിന്റിൽ തുടങ്ങി ഇവിടെ എത്തി, പിന്നെന്താണ്, തിരിച്ചെന്താണ് ഈ പോയിന്റിൽ തന്നെ എത്തി, തുടങ്ങിയ സ്ഥലത്ത് തന്നെ തിരിച്ചെത്തുന്നു അല്ലെ, അതിനെയാണ് നമ്മൾ സൈക്ലിക് പ്രോസസ് എന്ന് പറയാ. സപ്പോസ് ഈ ഒരു പോയിന്റിലാണ് നിങ്ങൾ തുടങ്ങിയെങ്കിൽ ഇവിടെ എത്തി, ബട്ട് തിരിച്ചെന്ത് പറ്റി, ഇവിടെ തന്നെ എത്തി, തിരിച്ച് നിങ്ങൾ ഓയിൽ തന്നെ എത്തി അല്ലെ. അപ്പൊ ഒരു സൈക്ലിക് പ്രോസസ്സിൽ എന്ന് ഉദ്ദേശിക്കുന്നതായിരിക്കും, സൈക്ലിക് പ്രോസസ്സിൽ ആക്ച്വലി ഇന്റേണൽ എനർജി എന്ന് പറയുന്നത്. ഓക്കെ, ഇന്റേണൽ എനർജി എന്ന് പറയുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഇന്റേണൽ എനർജി എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് വേരിയബിൾ ആണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതായത് പാത്ത് ടേക്കണിനെ അത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ഒൺലി എന്താണ് പൊസിഷനെ, നമ്മുടെ എത്തിയ ഫൈനൽ പൊസിഷനെ മാത്രമേ അത് ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. നമുക്കറിയാം ഫൈനൽ പൊസിഷൻ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ, അതായത് ഇന്റേണൽ എനർജി ഒരു സ്റ്റേറ്റ് വേരിയബിൾ ആയതുകൊണ്ട് തന്നെ അത് പൊസിഷനെ മാത്രമേ, ഫൈനൽ പൊസിഷൻ എവിടെയാണെന്നുള്ളത് മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ, അല്ലാണ്ട് ഏത് പാത്തിലൂടെയാണ് പോയെന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. സോ നമുക്കത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാം, ഫൈനൽ പൊസിഷൻ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ. നോക്കിക്കേ, ഇവിടെ ഫൈനൽ പൊസിഷനും ഇനീഷ്യൽ പൊസിഷനും സെയിം ആണ് അല്ലെ. അതിനർത്ഥം ചേഞ്ച് ഇൻ ഡെൽറ്റ എനർജി, ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി എന്തായിരിക്കും, ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ഈസ് ഈക്വൽ ടു 0. ഇപ്പൊ ഇന്റേണൽ എനർജി 0 ആണെങ്കിൽ ഈ ഇക്വേഷൻ എങ്ങനെ മാറും, ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു 0 ആയാൽ എന്ത് പറ്റും, Q ഇസ് ഈക്വൽ ടു W. അതായത് നമ്മൾ വർക്കിനെ ഈ സൈഡിലേക്ക് എടുക്കും അല്ലെ. അതായത് ഒരു ഇന്റേണൽ എനർജി 0 ആയിട്ടുള്ള ഒരു സിസ്റ്റത്തില്, അതായത് ഒരു സൈക്ലിക് പ്രോസസ് നടക്കുന്ന ഒരു സിസ്റ്റത്തില് എൻറ്റയർ എമൗണ്ട് ഓഫ് ഹീറ്റ് നമ്മൾ സപ്ലൈ ചെയ്യുന്ന എന്തായിട്ട് കൺവേർട്ട് ചെയ്യും, വർക്കായിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, ഇതാണ് ഒരു സൈക്ലിക് പ്രോസസ്സ്. അതായത് സൈക്ലിക് പ്രോസസ്സിൽ എന്തായിരിക്കും, ഡെൽറ്റ യു ഇന്റേണൽ എനർജി എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ, ഇന്റേണൽ എനർജി എന്ന് പറയുന്നത് എന്തായിരിക്കും, 0 ആയിരിക്കും. ഓക്കെ, സോ ഈ PV ഡയഗ്രാം നമ്മളിപ്പോൾ അനലൈസ് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി എന്താണ്, ഇറ്റ് ഈസ് എ ക്ലോസ് ലൂപ്പ് ആൻഡ് ഏരിയ ഓഫ് ലൂപ്പ് ഗീവ്സ് വർക്ക് ഡൺ ബൈ ദി സിസ്റ്റം. ഓക്കെ, സോ ഏരിയ ഈ നമ്മൾ കിട്ടിയപ്പം നമ്മൾ വരച്ച PV ഡയഗ്രാം ഇല്ലേ, ആ ഒരു ലൂപ്പിന്റെ ഏരിയ നിങ്ങൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, യു വിൽ ഗെറ്റ് ദ വർക്ക് ഡൺ ബൈ ദി സിസ്റ്റം. The total heat absorbed equals the work done by the system. എങ്ങനെയാണ് ടോട്ടൽ ഹീറ്റ് ഈക്വൽ ടു വർക്ക് ആവുന്നത്, മിസ് ഓൾറെഡി പറഞ്ഞു അല്ലെ. ടോട്ടൽ ഹീറ്റ് ഈസ് ഈക്വൽ ടു വർക്ക് ആവുന്നത് എന്തുകൊണ്ടാണ്, ഡെൽറ്റ യു, അതായത് ഇന്റേണൽ എനർജിയുടെ ചേഞ്ച് 0 ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഇക്വേഷനിൽ ഡെൽറ്റ യു 0 ആവും. അപ്പൊ എന്താണ്, Q ഇസ് ഈക്വൽ ടു W ആവും. അതായത് എൻറ്റയർ ഹീറ്റ് നിങ്ങൾ സപ്ലൈ ചെയ്യുന്ന എന്തിനു വേണ്ടി ഉപയോഗിക്കും, ഇറ്റ് ഈസ് യൂട്ടിലൈസ്ഡ് ബൈ ദ സിസ്റ്റം ടു ഡു ദ വർക്ക്, ഓർ W means it is work done by the system. Okay, so ഒരു സൈക്ലിക് പ്രോസസ്സിന്റെ എങ്ങനെയാണ് അതിന്റെ ഒരു ഫംഗ്ഷനിങ് എന്ന് മനസ്സിലായല്ലോ. ഡെൽറ്റ യു 0 ആയിരിക്കും, Q ഈസ് ഈക്വൽ ടു W, ഓർ നിങ്ങൾ സപ്ലൈ ചെയ്യുന്ന ഹീറ്റ് മുഴുവൻ സിസ്റ്റം എന്തിനാണ് യൂസ് ചെയ്യുന്നത്, വർക്ക് ചെയ്യാൻ വേണ്ടി. ഓക്കെ അല്ലേ. സോ നമ്മുടെ നെക്സ്റ്റ് ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ് ഹീറ്റ് എഞ്ചിൻ. ഓക്കെ, ഈ ഒരു പോർഷനിൽ നിന്ന് ഹീറ്റ് എഞ്ചിനെ കുറിച്ച് നിങ്ങളൊരു ജനറൽ ഐഡിയ ഉണ്ടാക്കുക. പിന്നീട് എന്താണ് കാർനോട്ട് എഞ്ചിൻ. ഓക്കെ, അതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ഈ ഒരു ചാപ്റ്ററിലെ. ഇപ്പൊ കാർനോട്ട് എഞ്ചിന്റെ PV ഡയഗ്രാം വരയ്ക്കുക, അതിന്റെ പ്രോസസ് എക്സ്പ്ലെയിൻ ചെയ്യുക, നെറ്റ് വർക്ക് ഡൺ കണ്ടുപിടിക്കുക. ഇതൊക്കെ എന്താണ് നിങ്ങൾക്ക് ഡിഫറെന്റ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാൻ ചാൻസ് ഉള്ളതാണ്. അപ്പൊ ഹീറ്റ് എഞ്ചിനെ കുറിച്ച് ഒരു ബേസിക് ഐഡിയ ഉണ്ടായിരിക്കാം. അതായത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഫസ്റ്റ് കാണുന്ന ഇതാണ് നമ്മുടെ സോഴ്സ്. ഓക്കെ, അതായത് ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഹീറ്റ് കൊടുക്കുന്ന ആൾ അല്ലെ, ഉറവിടം എന്നൊക്കെ നമ്മൾ പറയുന്നത്. സോ സോഴ്സ് എപ്പോഴും ഹൈ ടെമ്പറേച്ചറിലായിരിക്കും. അപ്പൊ സോഴ്സിൽ നിന്നാണ് എന്താണ് ഒരു
നമ്മൾ ഇതിൽ ഹീറ്റ് പുറപ്പെടുവിക്കുന്നു. ആ ഹീറ്റ് ആരാണ് മേടിക്കുന്നത്? ഇത് മേടിക്കാൻ തയ്യാറായിട്ട് നമ്മുടെ വർക്കിംഗ് സബ്സ്റ്റൻസ് ആയ ഹീറ്റ് എഞ്ചിൻ ഉണ്ട്. വർക്കിംഗ് സബ്സ്റ്റൻസ് പറഞ്ഞാൽ വർക്ക് ചെയ്യുന്ന ആൾ. ഓക്കെ, സോ വർക്ക് ചെയ്യുന്ന ആളെന്ന് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അവിടെ ഒരു എഞ്ചിൻ ഉണ്ട്. അപ്പൊ ആ എഞ്ചിൻ പ്രവർത്തിച്ചിട്ടാണ് എന്താണ് നമ്മുടെ ഓരോ മെക്കാനിക്കൽ പാർട്സ് ടേൺ ചെയ്താണ് വെഹിക്കിൾസ് ഓടുന്നതും ഇല്ലെങ്കിൽ മെഷീനറീസ് റൊട്ടേറ്റ് ചെയ്യുന്നൊക്കെ അല്ലെ. അപ്പൊ എന്താണ് ഇവിടെ നിന്ന് ഹീറ്റ് റിലീസ് ആവും, അത് ഹീറ്റ് എഞ്ചിൻ മേടിക്കും. ഹീറ്റ് എഞ്ചിനാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ എന്താണ് കുറെ വേസ്റ്റസ് ഒക്കെ ഉണ്ടാവും അല്ലെ. ഈ വേസ്റ്റസ് ഒക്കെ എങ്ങോട്ടാണ് പുറന്തള്ളപ്പെടുന്നത്? നമ്മുടെ സിങ്കിലോട്ട്. ഓക്കെ, നിങ്ങൾക്കറിയാം പാത്രമൊക്കെ കഴിയുമ്പോൾ നമ്മൾ സിങ്കിലിട്ടല്ലേ കഴുകുന്നേ. അപ്പൊ അങ്ങനെ ഓർത്താൽ മതി. അപ്പൊ സിങ്ക് എന്ന് പറയുന്നത് എന്തായിരിക്കും? ലോ ടെമ്പറേച്ചറിലായിരിക്കും. ഓക്കെ, അപ്പൊ സിങ്കിൽ നിന്നാണ് എന്ത് ബാക്കിയുള്ള വേസ്റ്റഡ് ആയിട്ടുള്ള ഇതെല്ലാം പുറത്തേക്ക് പോകുന്നത്. ഓക്കെ, സോ സോഴ്സ് ഹൈ ടെമ്പറേച്ചറിലും സിങ്ക് ലോ ടെമ്പറേച്ചറിലും ആയിരിക്കും എന്ന് ഓർക്കുക. സോ അത് നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? സോ സപ്പോസ് ഇത് സോഴ്സ് ആണ്. ഓക്കെ, ഇത് സിങ്ക് ആണ്, ഇത് വർക്കിംഗ് സബ്സ്റ്റൻസ് ആണ്. ഓക്കെ, സോഴ്സ്, സിങ്ക്, വർക്കിംഗ് സബ്സ്റ്റൻസ്. ഓക്കെ, ദിസ് ഇസ് സോഴ്സ്, ഇത് സിങ്ക്, ഇതെന്താണ്? നമ്മുടെ വർക്കിംഗ് സബ്സ്റ്റൻസ്. ഓക്കെ, അപ്പൊ എന്താണ്? സോഴ്സിൽ നിന്നാണ് എന്ത് ഹീറ്റ് പുറപ്പെടുന്നത്. ഓക്കെ, സോ ഈ ഒരു ഹീറ്റിനെ എന്ത് വിളിക്കാം? Q1 എന്ന് വിളിക്കുന്നു. ഓക്കെ, സോഴ്സിൽ നിന്ന് ഹീറ്റ് സ്വീകരിച്ച് എന്ത് ചെയ്യുന്നു? വർക്കിംഗ് സബ്സ്റ്റൻസ് ആണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, W. ഇനി എന്താണ് വർക്കിംഗ് സബ്സ്റ്റൻസ്? എന്താണ് വർക്ക് ചെയ്തതിന് ശേഷമുള്ള വേസ്റ്റ് ആയിട്ടുള്ള ഇതിനെ എന്ത് ചെയ്യും? നമ്മൾ സിങ്കിലോട്ട് വിടും അല്ലെ. അതാണ് Q2. ഓക്കെ, സോ സിങ്കിൽ നിന്നാണ് എന്താണ് നമുക്ക് ആവശ്യമില്ലാത്ത ഹീറ്റ് എല്ലാം പുറത്തേക്ക് തള്ളപ്പെടുന്ന സിങ്കിൽ നിന്നാണ്. ഓക്കെ, സോ ഇങ്ങനെ നമ്മൾ നോക്കുവാണെങ്കിൽ നെറ്റ് വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ എന്താണ്? Q1 മൈനസ് Q2 അല്ലെ. അതായത് Q1 ആണ് നമുക്ക് കിട്ടിയത്, അത് ഉപയോഗിച്ച് വർക്ക് ചെയ്തു. അതിനുശേഷം അനാവശ്യമായിട്ടുള്ള ഇല്ല ആവശ്യം വരാത്തതിനെല്ലാം നമ്മൾ Q2 ഹീറ്റ് ആയിട്ട് പുറത്തേക്ക് തള്ളി. സോ അവിടുത്തെ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ എന്താണ്? Q1 മൈനസ് Q2. ഓക്കെ, സോ ഇതാണ് ഒരു ബേസിക് ഹീറ്റ് എഞ്ചിന്റെ ഒരു എന്താണ് പെർഫോമൻസിനെ തീരുമാനിക്കുന്ന ഒരു ഇക്വേഷൻ, വർക്ക് ഡൺ. ഓക്കെ, സോ ഇതിനെ ബേസ് ചെയ്താണ് നമ്മൾ കാർനോട്ട് എഞ്ചിനെ നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം കാർനോട്ട് എഞ്ചിൻ എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? ഈ ഒരു എഞ്ചിന്റെ കാര്യം നമ്മൾ പറയുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള. ഓക്കെ, നമ്മളൊരു ഹീറ്റ് എഞ്ചിൻ എന്താണ് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം. ഓക്കെ, പക്ഷെ നമ്മുടെ ഈ കാർനോട്ട് എഞ്ചിൻ എന്ന് പറയുന്നത് വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള പുള്ളിയാണ്. ഓക്കെ, പുള്ളിക്കാരൻ എന്താണ് നമുക്കൊരു എന്താണ് നിയർ ടു 100% അല്ലെങ്കിൽ മോസ്റ്റ് എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ഹീറ്റ് എഞ്ചിനാണ് ഈ കാർനോട്ട് എഞ്ചിൻ. ഓക്കെ, സോ കാർനോട്ട് എഞ്ചിനിൽ നേരത്തെ ബേസിക്കലി എല്ലാ ഹീറ്റ് എഞ്ചിനിലെ പോലെ തന്നെ ഏതൊക്കെ കോമ്പണൻസ് ആണ് ഉണ്ടാവുക? ഒരു സോഴ്സ് ഉണ്ടാവും, ഒരു ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡ് ഉണ്ടാവും, ഒരു സിങ്ക് ഉണ്ടാവും, ഒരു ഐഡിയൽ ഗ്യാസിന്റെ ഒരു ചേംബർ. ഓക്കെ, ഐഡിയൽ ഗ്യാസ് നമ്മുടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? അതായത് ഐഡിയൽ നമ്മൾ നേരത്തെ പറഞ്ഞു സോഴ്സ്, സിങ്ക്, ഒരു വർക്കിംഗ് സബ്സ്റ്റൻസ് അല്ലെ. ഇവിടെ വർക്കിംഗ് സബ്സ്റ്റൻസിൽ ഉണ്ടായിരിക്കുന്ന അതിൽ നമ്മൾ ഫില്ല് ചെയ്യുന്ന എന്തായിരിക്കും? ഒരു ഐഡിയൽ ഗ്യാസ് ആയിരിക്കും. ഓക്കെ, സോ ഐഡിയൽ ഗ്യാസ് ആണ് വർക്കിംഗ് സബ്സ്റ്റൻസ് ആയിട്ട് കാർനോട്ട് എഞ്ചിനിൽ വർക്ക് ചെയ്യുന്നത്. പിന്നെ ഈ ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു ഇൻസുലേറ്റിംഗ് എഫക്ട് പ്രൊവൈഡ് ചെയ്യുന്നതിനെയാണ് ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഈ വർക്കിംഗ് സബ്സ്റ്റൻസ് സോഴ്സിലിരിക്കുമ്പോഴും ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡിലിരിക്കുമ്പോഴും സിങ്കിലിരിക്കുമ്പോഴും ഒക്കെ എന്താണ് പല മാറ്റങ്ങൾ സംഭവിക്കുന്നു. അതിനനുസരിച്ചാണ് ഈ ഒരു കാർനോട്ട് എഞ്ചിൻ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ നിങ്ങൾ ബേസിക്കലി എന്താണ് സോഴ്സ് ഉണ്ട്, സിങ്ക് ഉണ്ട്, ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡ് ഉണ്ട്. വർക്കിംഗ് സബ്സ്റ്റൻസ് ആയിട്ട് കാർനോട്ട് എഞ്ചിനിൽ നമ്മൾ എന്താണ് എടുക്കുക? നമ്മൾ എടുക്കുന്നത് ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡ്. ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡ് അതിന്റെ പോലെ തന്നെ നമ്മൾ വർക്കിംഗ് സബ്സ്റ്റൻസ് ആയിട്ട് എടുക്കുന്നത് എന്തായിരുന്നു മക്കളെ? ഐഡിയൽ ഗ്യാസ് ആയിരിക്കും. ഓക്കെ, സോ ആക്ച്വലി കാർനോട്ട് എഞ്ചിൻ എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ഓൾറെഡി പഠിച്ചു റിവേഴ്സിബിൾ, ഇറിവേഴ്സിബിൾ എന്നൊക്കെ അല്ലെ. കാർനോട്ട് എഞ്ചിൻ എന്ന് പറഞ്ഞ ഒരു റിവേഴ്സിബിൾ ഹീറ്റ് എഞ്ചിൻ ആണ്. ഓക്കെ, ഹീറ്റ് എഞ്ചിന്റെ ബേസിക് പ്രോപ്പർട്ടീസ് നമ്മൾ പഠിച്ചു, റിവേഴ്സിബിൾ എന്താണെന്ന് നമ്മൾ പഠിച്ചു. അപ്പം കാർനോട്ട് എഞ്ചിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു റിവേഴ്സിബിൾ ഹീറ്റ് എഞ്ചിൻ ആണ്. It operates between temperatures T1 that is source and T2 sink. Okay, so main ആയിട്ട് ഈ ടെമ്പറേച്ചറിനെ ഡീൽ ചെയ്യുന്ന രണ്ട് ആൾക്കാരാ സോഴ്സും സിങ്കും. അപ്പൊ T1 ടെമ്പറേച്ചറിൽ ആക്ട് ചെയ്യുന്ന സോഴ്സും അതായിരിക്കും എപ്പോഴും കൂടുതൽ അല്ലെ. സോഴ്സ് പുറപ്പെടുവിക്കുന്ന ആളായിരിക്കും അല്ലെ, എന്താണ് ഹീറ്റ് കൊടുക്കുന്ന ആളായിരിക്കും ഏറ്റവും ചൂടൻ അല്ലെ. അപ്പൊ എന്താണ് ദേഷ്യമുള്ള ആൾക്കാരായിരിക്കും ഏറ്റവും ദേഷ്യപ്പെടാതെ ഓർത്താൽ മതി. ഓക്കെ, അപ്പൊ എന്താണ് സോഴ്സ് ആയിരിക്കും ഏറ്റവും കൂടുതൽ ടെമ്പറേച്ചർ ഉള്ളത്, T1 നമ്മൾ മാർക്ക് ചെയ്യുന്നത്. അതേപോലെ തന്നെ സിങ്കിന് എത്രയായിരിക്കും ടെമ്പറേച്ചർ? T2. ഇപ്പൊ എല്ലാ കേസിലും തന്നെ എന്താണ് T1 വിൽ ബി ഗ്രേറ്റർ ദാൻ T2. ഓക്കെ, പിന്നെ ഈ കാർനോട്ട് എഞ്ചിനിലെ എഞ്ചിൻ പ്രവർത്തിക്കുന്നതിലൂടെ എന്താണ് ശരിക്കും ഒരു എനർജി കൺവേർഷൻ ആണ് നടക്കുന്നത്. എന്ത് കൺവേർഷൻ ആയിരിക്കും? എനർജി കൺവേർഷൻ ആയിരിക്കും നമ്മുടെ കാർനോട്ട് എഞ്ചിന്റെ കാര്യത്തിൽ സംഭവിക്കുന്നത്. കാർനോട്ട് എഞ്ചിനിൽ ഹീറ്റ് എനർജി എന്തായിട്ട് മാറുന്നു? മെക്കാനിക്കൽ എനർജി ആയിട്ട് മാറുന്നു. ഓക്കെ, ഹീറ്റ് എഞ്ചിൻ എന്തായിട്ട് മാറുന്നു? മെക്കാനിക്കൽ എനർജി. ഓക്കെ അല്ലേ?
സോ കാർനോട്ട് എഞ്ചിനിൽ ഫസ്റ്റ് നമ്മൾ PV ഡയഗ്രാം ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യും. അതിന് മുന്നേ എന്തൊക്കെ പ്രോസസ്സുകളാണ് കാർനോട്ട് എഞ്ചിനിൽ ഇൻവോൾവ് ആയിരിക്കുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ ആണ് ഐസോതെർമൽ എക്സ്പാൻഷൻ. മക്കളെ ഐസോതെർമൽ എന്ന് വെച്ചാൽ എന്തായിരുന്നു? ഐസോതെർമൽ മീൻസ് ടെമ്പറേച്ചർ നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ടായിരിക്കും വെക്കുന്നത്. ഓക്കെ, സോ നമ്മളൊരു സിസ്റ്റം കൺസിഡർ ചെയ്യാണ്. ഓക്കെ, അത് നമുക്കറിയാം കാർനോട്ട് എഞ്ചിനിൽ മെയിൻ ആയിട്ട് നമുക്ക് എന്താണ്? സോഴ്സ് ഉണ്ട്, ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡ് ഉണ്ട്, സിങ്ക് ഉണ്ട്, ഒരു വർക്കിംഗ് സബ്സ്റ്റൻസ് ഉണ്ട് അല്ലെ. അപ്പൊ ഈ വർക്കിംഗ് സബ്സ്റ്റൻസിൽ നമ്മൾ എന്താണ് അതിനകത്ത് അടങ്ങിയിരിക്കുന്ന? ഐഡിയൽ ഗ്യാസ് ആയിരിക്കും. ഓക്കെ, സോ ഐസോതെർമലി നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? ഈ വർക്കിംഗ് സബ്സ്റ്റൻസ് ആയിട്ടുള്ള ഐഡിയൽ ഗ്യാസിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യാൻ പോവാണ്. ഓക്കെ, സോ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു അല്ലെ ഏതൊക്കെയാണ് പാർട്സ് ഒരു ഹീറ്റ് എഞ്ചിന്റെ എന്ന്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാ? ഇതാണ് മെയിൻ മൂന്ന് പാർട്സ്: സോഴ്സ്, ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡ്, സിങ്ക്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ഐസോതെർമലി നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ വർക്കിംഗ് സബ്സ്റ്റൻസ് ഇല്ലേ, വർക്കിംഗ് സബ്സ്റ്റൻസ് ആയിട്ടുള്ള ഐഡിയൽ ഗ്യാസിനെ. ഓക്കെ, ഇതാണ് വർക്കിംഗ് സബ്സ്റ്റൻസ് എന്ന് നിങ്ങൾ സപ്പോസ് കരുതുക. ഓക്കെ, നിങ്ങൾക്ക് നല്ല രീതിയിലൊക്കെ കുറച്ചും കൂടെ ഇതായിട്ടൊക്കെ വരയ്ക്കാൻ വേണമെങ്കിൽ. ഓക്കെ, സോ ഇതാണെന്ന് കരുതുക. ഓക്കെ, ഇതാണ് വർക്കിംഗ് സബ്സ്റ്റൻസ് വിചാരിക്കുക. സോ ഓക്കെ, വർക്കിംഗ് സബ്സ്റ്റൻസ്. അപ്പൊ ഇതെന്താ? ആദ്യം ഇത് എവിടെ കൊണ്ടുവന്ന് വെക്കും? ഇത് സോഴ്സിൽ വെക്കും. ഓക്കെ, ആദ്യം ഇത് സോഴ്സിൽ കൊണ്ടുവന്ന് വെക്കും. ഓക്കെ, സോ വർക്കിംഗ് സബ്സ്റ്റൻസ് ആദ്യം എവിടെ കൊണ്ടുവന്ന് വെക്കും? സോഴ്സിൽ കൊണ്ടുവന്ന് വെക്കും. എന്നിട്ട് എന്ത് ചെയ്യും? സോഴ്സിൽ നിന്ന് നിങ്ങൾക്കറിയാം സോഴ്സ് നല്ല ഹീറ്റ് ഉള്ള ആളാണ് അല്ലെ, ഹീറ്റ് നന്നായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ആളാണ്. അപ്പൊ ഇത് നമുക്ക് കുറച്ചുകൂടെ താത്തി വരയ്ക്കാം അല്ലെ, അതായിരിക്കും നല്ലത്. അപ്പൊ എന്ത് പറ്റും? നമ്മള് വർക്കിംഗ് സബ്സ്റ്റൻസിനെ സോഴ്സിൽ കൊണ്ടുവന്ന് നോക്കുമ്പോൾ എന്താ സംഭവിക്കുക? സോഴ്സ് എന്ന് പറഞ്ഞാൽ നല്ല ഹീറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഇതാ അല്ലെ, നല്ലപോലെ ഹീറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഇതാണ്. അപ്പൊ സോഴ്സിൽ നിന്ന് Q1 ഹീറ്റ് എന്തിലോട്ട് പോകും? നമ്മുടെ വർക്കിംഗ് സബ്സ്റ്റൻസിലേക്ക് കിട്ടും അല്ലെ. വർക്കിംഗ് സബ്സ്റ്റൻസ് സോഴ്സിന്റെ മുകളിലാണ് നമ്മൾ ആദ്യം കൊണ്ടുപോയി വെക്കുക. അപ്പൊ നിങ്ങൾ സപ്പോസ് ഒരു സിസ്റ്റം കൺസിഡർ ചെയ്യുക P1. ഓക്കെ, സിസ്റ്റം ആദ്യം P1 V1 ആൻഡ് ടെമ്പറേച്ചർ T ആയിരുന്നെന്ന് വിചാരിക്കുക. ഓക്കെ, T1 ആയിരുന്നു വിചാരിക്കുക. ഓക്കെ, സോ ആദ്യം സിസ്റ്റം എന്തായിരുന്നു? പ്രഷർ P1, വോളിയം V1, ടെമ്പറേച്ചർ T1 വിചാരിക്കുക. അപ്പൊ എന്ത് സംഭവിക്കും? ഐസോതെർമലി എന്താണ്? സോഴ്സിനെ മുകളിൽ വർക്കിംഗ് സബ്സ്റ്റൻസിനെ കൊണ്ടുവന്ന് വെക്കുമ്പോൾ എന്ത് പറ്റും? വർക്കിംഗ് സബ്സ്റ്റൻസ് എക്സ്പാൻഡ് ചെയ്യും. ഓക്കെ, ഐസോതെർമലി എക്സ്പാൻഡ് ചെയ്യും. ഐസോതെർമലി എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ മാറുമോ? ഇല്ല, പ്രഷറും വോളിയവും മാറും, പക്ഷെ ടെമ്പറേച്ചർ മാറില്ല. അപ്പം ഐസോതെർമലി എക്സ്പാൻഡ് ചെയ്ത് കഴിയുമ്പോൾ ഇതെങ്ങനെയാകും? P2 V2, പക്ഷെ ടെമ്പറേച്ചർ മാറുമോ? ഇല്ല, ടെമ്പറേച്ചർ T1 തന്നെയായിരിക്കും അല്ലെ. ടെമ്പറേച്ചർ അത് തന്നെയായിരിക്കും. കാരണം എന്താണ്? ഐസോതെർമലാണ് എക്സ്പാൻഡ് ചെയ്യുന്നത്, ഐസോതെർമലി ആണ് എക്സ്പാൻഡ് ചെയ്യുന്നത്. ഓക്കെ, സോ സോഴ്സിൽ നിന്ന് Q1 ഹീറ്റ് ഡിറൈവ് ചെയ്ത് എന്താണ്? P1 T1 എന്നുള്ളത് P2 V2 T1 എന്നുള്ള ഇതിലേക്കാവും. അപ്പൊ വർക്ക് ഡൺ എന്തായിരിക്കും ഈ ഒരു കേസിൽ? നമുക്കറിയാം വർക്ക് ഡണ്ണിന് ഐസോതെർമൽ പ്രോസസ് എന്തായിരുന്നു? 2.303 nRT log V2 by V1 ആണ് അല്ലെ. അപ്പൊ നമ്മള് നാച്ചുറൽ ലോഗരിതത്തിലാണെങ്കിൽ എങ്ങനെ പറയാ? nRT ln V2 by V1 എന്നായിരുന്നു അല്ലെ. ഇവിടെ വോളിയം V1 നിന്ന് V2ലേക്കാണ് പോയത്. അപ്പൊ എന്ത് ചെയ്യാ? ടെമ്പറേച്ചർ എന്താണ്? ടെമ്പറേച്ചറിൽ മാറ്റം വരുന്നുണ്ടോ? ഇല്ല അല്ലെ. T1 ടെമ്പറേച്ചറിലായിരുന്നത് ഐസോതെർമലി എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴും ഏത് ടെമ്പറേച്ചറിൽ തന്നെയാണ്? T1 തന്നെയാണ്. സോ nRT1 ln ഓക്കെ, ഫൈനൽ വോളിയം എത്രയാണ്? V2 ln V2 by V1 ഇങ്ങനെ വരും. ഓക്കെ, സോ W is equal to nRT1 ln V2 by V1 ഇങ്ങനെയായിരിക്കും വരിക. എന്ത്? വർക്ക് ഡൺ ഇൻ എന്ത്? ഐസോതെർമൽ പ്രോസസ്. ഓക്കെ, ഐസോതെർമലി എക്സ്പാൻഡ് ചെയ്യുമ്പം കാർനോട്ട് എഞ്ചിന്റെ കേസിൽ എന്തായിരിക്കും സംഭവിക്കുക? വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? nRT1 ln V2 by V1. സോ എന്താ സംഭവിക്കുക? സിലിണ്ടർ ഇസ് പ്ലേസ്ഡ് ഓൺ ദ സോഴ്സ് ആൻഡ് ഗ്യാസ് ഇസ് അലൗഡ് ടു എക്സ്പാൻഡ് ഐസോതെർമലി. P1 T1 P2 V2 T1 മാറും. വർക്കിംഗ് സബ്സ്റ്റൻസ് എന്താണ്? Q1 എമൗണ്ട് ഓഫ് ഹീറ്റ് എവിടെ നിന്നാണ് കിട്ടുന്നത്? നമ്മുടെ സോഴ്സിൽ നിന്ന് കിട്ടുകയും എന്ത് പറ്റും? അത് വർക്ക് ചെയ്യുകയും ചെയ്യും. ഓക്കെ, സോ ഐസോതെർമലി എക്സ്പാൻഡ് ചെയ്യുമ്പം എന്താണ് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് വരുന്നത്? എന്തായിരിക്കും അവിടുത്തെ വർക്ക് ഡൺ? ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുക. അതുപോലെ എന്തായിരിക്കും? ടെമ്പറേച്ചറിൽ ചേഞ്ച് വരുന്നില്ല, അതായിരിക്കണം നമ്മുടെ അവിടുത്തെ കീ പോയിന്റ്. ഓക്കെ, സോ നമ്മളെ മക്കളെ ഐസോതെർമൽ എക്സ്പാൻഷൻ ആണ് ഫസ്റ്റ് എന്താ കാർനോട്ട് എഞ്ചിനിലെ ഫസ്റ്റ് പ്രോസസ് എന്ന് പഠിച്ചു. അത് കഴിഞ്ഞിട്ട് എന്താ നമ്മൾ ചെയ്യുക? ഈ ഒരു വർക്കിംഗ് സബ്സ്റ്റൻസിന് എന്ത് ചെയ്തോ? സിലിണ്ടർ. ഓക്കെ, വർക്കിംഗ് സബ്സ്റ്റൻസ് ഒരു സിലിണ്ടർ ഫോമില അല്ലെ. ഈ സിലിണ്ടറിനെ നമ്മൾ എവിടെയാണ്? ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡിൽ വെക്കുകയാണ്. ഓക്കെ, എന്നിട്ട് എന്ത് പറ്റും? ഇറ്റ് ഈസ് അലൗഡ് ടു എക്സ്പാൻഡ് അഡയബാറ്റിക്കലി ഫ്രം സ്റ്റേറ്റ് P2 V2 T1 ടു സ്റ്റേറ്റ് P3 V3 T2. ഓക്കെ, അതായത് നമ്മൾ പറഞ്ഞു അഡയബാറ്റിക്കലി എക്സ്പാൻഡ് ചെയ്യാന്ന് പറഞ്ഞത് അഡയബാറ്റിക് പ്രോസസ്സിൽ
പ്രഷറും വോളിയവും ടെമ്പറേച്ചറും ഒക്കെ മാറും. പക്ഷെ എന്താണ് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്ന എന്താണ്? ഹീറ്റ് അല്ലെ. ഹീറ്റിന് മാത്രം ചേഞ്ച് ഇല്ലാന്നേ ഉള്ളൂ. പ്രഷറും വോളിയവും ടെമ്പറേച്ചറും ഒക്കെ മാറുന്നില്ലേ? അപ്പൊ നമ്മൾ എന്താ ചെയ്യാ? അതായത് നമുക്ക് ഫിഗർ എടുക്കാം. ഓക്കെ, സോ സോഴ്സ് ഉണ്ട്, ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡ് ഉണ്ട്, സിങ്ക് ഉണ്ട്. അപ്പൊ ഐസോതെർമൽ എക്സ്പാൻഷന് നമ്മൾ സോഴ്സിന്റെ മുകളിലാണ് സിലിണ്ടറിനെ അല്ലെങ്കിൽ വർക്കിംഗ് സബ്സ്റ്റൻസിനെ വെച്ച്. അപ്പൊ ഈ പ്രാവശ്യം നമ്മൾ ഇത് എവിടെ വെക്കും? ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡിൽ. ഓക്കെ, ഒരു ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡിലായിരിക്കും നമ്മൾ വെക്കുക. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡ്. ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡിന് മുകളിൽ നമ്മൾ എന്ത് വെച്ചു? നമ്മുടെ വർക്കിംഗ് സബ്സ്റ്റൻസിനെ വെച്ചു അല്ലെ, സിലിണ്ടറിനെ വെച്ചു. ഓക്കെ, ഇതിനകത്ത് മൊളിക്യൂൾസ് ഒക്കെ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ എന്ത് പറ്റും? ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഹീറ്റ് എക്സ്ചേഞ്ച് വരത്തില്ല അല്ലെ. ഹീറ്റ് എക്സ്ചേഞ്ച് നടക്കത്തില്ല, കാരണം അത് ഇൻസുലേറ്റിംഗ് ആയിട്ടുള്ള സ്റ്റാൻഡാണ്. ഇൻസുലേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ടക്ട് ചെയ്യാത്തത് അല്ലെ. അപ്പം നമ്മൾ വർക്കിംഗ് സബ്സ്റ്റൻസിനെ ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡിലാണ് വെക്കുന്നത്. ഇതെന്താണ്? അഡയബാറ്റിക് എക്സ്പാൻഷൻ ആണ് നടക്കുക. അപ്പൊ അഡയബാറ്റിക് എക്സ്പാൻഷൻ എന്താണ്? നേരത്തെ എന്തായിരുന്നു? P1 V1 T1 നിന്ന് എന്തായി? P2 V2 T1 ആയി. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുക? P2 V2 ടെമ്പറേച്ചർ എന്തായിരുന്നു? T1 ആയിരുന്നു അല്ലെ. അതിൽ നിന്ന് എന്തായി മാറി? P3 V3 ടെമ്പറേച്ചർ മാറുവോ? ടെമ്പറേച്ചർ മാറും. കാരണം എന്താണ്? ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഡയബാറ്റിക്കലിയാണ് എക്സ്പാൻഡ് ചെയ്യുന്നത്. ടെമ്പറേച്ചർ മാറും, പ്രഷർ മാറും, വോളിയം മാറും. ഓക്കെ, P3 V3 T2ലേക്ക് എക്സ്പാൻഡ് ചെയ്യും. ഓക്കെ, സോ ഇവിടുത്തെ വർക്ക് ഡൺ എന്തായിരിക്കും? വർക്ക് ഡൺ എന്ന് പറയുന്ന അഡയബാറ്റിക്കലി നമ്മൾ എപ്പോഴും എഴുതുന്നത് എന്തായിരുന്നു? NR ബൈ എന്തായിരുന്നു? NR ബൈ 1 മൈനസ് ഗാമ. NR ബൈ 1 മൈനസ് ഗാമ എന്തായിരുന്നു? T1 1 മൈനസ് ഗാമയാണ് മക്കളെ, ഗാമ മൈനസ് 1. ഓക്കെ, നമുക്ക് ഗാമ മൈനസ് 1 എന്ന് എക്സ്പ്രസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓൾറെഡി ഇതിന്റെ ഡെറിവേഷൻ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് കേട്ടോ. NR ഗാമ മൈനസ് 1 ടെമ്പറേച്ചറിൽ എങ്ങനെയാണ്? T1 മൈനസ് T2. ഓക്കെ, ഗാമ മൈനസ് 1 T1 മൈനസ് T2. സോ ഇവിടുത്തെ ചേഞ്ച് ഇൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ P2 V2 T1 ടു P3 V3 T2. അതായത് പ്രഷറും വോളിയം ടെമ്പറേച്ചർ എല്ലാം എന്താണ്? സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യും. ആദ്യം സിസ്റ്റം P2 V2 T1ലായിരുന്നു. അഡയബാറ്റിക്കലി എക്സ്പാൻഡ് ചെയ്ത് കഴിയുമ്പോൾ അത് എങ്ങനെയായി? P3 V3 T2ലേക്ക് മാറി. എന്തായിരിക്കും അവിടുത്തെ വർക്ക് ഡൺ? കോമൺ ഇക്വേഷൻ നമുക്കറിയാം, W is equal to NR by gamma minus 1 ആണ് ഇൻറ്റു ടെമ്പറേച്ചർ ചേഞ്ച് അല്ലെ. സോ ഇവിടെ NR by gamma minus 1 T1 minus T2. അല്ലെങ്കിൽ എന്ത് പറ്റും? NR by 1 minus gamma T2 minus T1. ഓക്കെ, അതിനെ നമ്മൾ റിവേഴ്സ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇത് ഇങ്ങോട്ട് എടുക്കുന്നത്. ഓക്കെ, സോ W is equal to NR by gamma minus 1 T1 minus T2. സോ ഐസോതെർമലി എക്സ്പാൻഡ് ചെയ്തുമ്പോൾ നിങ്ങൾ സോഴ്സിൽ വെച്ചു, അവിടുന്ന് ഹീറ്റ് കിട്ടി. അതേസമയം അഡയബാറ്റിക്കലി എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡിലാണ് വെക്കുന്നത്. എന്ത്? നമ്മുടെ വർക്കിംഗ് സബ്സ്റ്റൻസ്. വർക്കിംഗ് സബ്സ്റ്റൻസ് എന്ന് വെച്ചാൽ എന്തായിരുന്നു? ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന വർക്കിംഗ് സബ്സ്റ്റൻസ് എന്ന് വെച്ചാൽ ഐഡിയൽ ഗ്യാസ് ആണ്. ഓക്കെ, സോ എന്താണ്? ഗ്യാസ് അഡയബാറ്റിക്കലി എക്സ്പാൻഡ് ചെയ്യും, പക്ഷെ ഹീറ്റ് എക്സ്ചേഞ്ച് ഒന്നും സംഭവിക്കത്തില്ല. കാരണം എന്താ? അഡയബാറ്റിക് പ്രോസസ്സിൽ പ്രഷറും വോളിയവും ടെമ്പറേച്ചറും മാറും, പക്ഷെ ഹീറ്റ് എക്സ്ചേഞ്ച് ഉണ്ടാവില്ല. ഓക്കെ, സോ കാർനോട്ട് എഞ്ചിനിൽ നമ്മൾ ആദ്യം വർക്കിംഗ് സബ്സ്റ്റൻസിനെ ഐസോതെർമലി എക്സ്പാൻഡ് ചെയ്തു, പിന്നെന്താ? അഡയബാറ്റിക്കലി എക്സ്പാൻഡ് ചെയ്തു. ഇനി എന്ത് ചെയ്യാൻ പോവാ മക്കളെ? നമ്മൾ കംപ്രസ് ചെയ്യാൻ പോവാണ്. ഓക്കെ, സോ മൂന്നാമത് എന്താണ്? ഐസോതെർമലി നമ്മൾ കംപ്രഷൻ ചെയ്യാൻ പോവുകയാണ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഐസോതെർമലി എക്സ്പാൻഡ് ചെയ്തപ്പോൾ നമ്മൾ എന്താ ചെയ്തേ? വർക്കിംഗ് സബ്സ്റ്റൻസിനെ സോഴ്സിൽ കൊണ്ടുവച്ചു അല്ലെ. സോഴ്സിൽ നിന്ന് ഹീറ്റ് കിട്ടി, വർക്കിംഗ് സബ്സ്റ്റൻസ് എന്താണ്? വർക്കൊക്കെ ചെയ്തു. ഓക്കെ, അപ്പൊ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന വർക്ക് നമ്മൾ ഓൾറെഡി പഠിച്ചു. അപ്പൊ എന്താണ്? ടെമ്പറേച്ചറിൽ ചേഞ്ച് വരുമോ? അവിടെ ഇല്ല. കാരണം എന്തായിരുന്നു? ഐസോതെർമൽ ആണ് പ്രോസസ് എന്ന് പറയുന്നത്. ഐസോതെർമലിൽ എന്താണ്? പ്രഷറും വോളിയം ചേഞ്ച് ചെയ്യും, പക്ഷെ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരിക്കും. സോ ഇവിടെ എന്ത് തന്നെയാണ്? ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യില്ല, പ്രഷറും വോളിയവും ചേഞ്ച് ചെയ്യും. സോ നമ്മളിപ്പോ എവിടെയാണ് എത്തി നിൽക്കുന്നത്? ഓക്കെ, P1 V1 T1ൽ നിന്ന് P2 V2 T1 ആയി. അവിടെ നിന്ന് അഡയബാറ്റിക്കലി എക്സ്പാൻഡ് ചെയ്ത് എന്ത് പറ്റി? P2 V2 T1 എന്തായി മാറി? P3 V3 ടെമ്പറേച്ചർ മാറി അല്ലെ. P3 V3 ടെമ്പറേച്ചർ മാറി T3 ആയിട്ട് നിൽക്കുകയാണ്. ഓക്കെ, ഇനി ഇവിടെ എന്ത് പറ്റി? ടെമ്പറേച്ചർ മാറിയിട്ടുണ്ടോ നമ്മൾ അവിടെ? ഇല്ല അല്ലെ. കാരണം ആദ്യം ഐസോതെർമലാണ്, അപ്പൊ ടെമ്പറേച്ചർ T1 തന്നെയായിരുന്നു, പിന്നെ T2 ആയി. സോ ഇനി ഐസോതെർമൽ കംപ്രഷനിൽ എന്താണ്? സിലിണ്ടർ നമ്മൾ എവിടെയാണ് പ്ലേസ് ചെയ്യുന്നത്? സിങ്കിലാണ്. ആൻഡ് ഇറ്റ് ഈസ് കംപ്രസ് ഐസോതെർമലി ഏത് ടെമ്പറേച്ചറിന് ഇടയ്ക്കാന്നുള്ളത്. ഓക്കെ, സോ നമ്മൾ ഐസോതെർമലി കംപ്രസ് ചെയ്യുമ്പോൾ ഓക്കെ, സോ നമ്മൾ ഈ പ്രാവശ്യം എവിടെയാണ് വെക്കുന്നത്? ആദ്യം സോഴ്സിൽ വെച്ചു, പിന്നെ ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡിൽ വെച്ചു. ഇനി നമ്മൾ എവിടെയാണ് ഐസോതെർമലി കംപ്രസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എവിടെയാണ് നമ്മുടെ ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡ് വെക്കുന്നത്? ഇതാണ് ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡ് അല്ല, വർക്കിംഗ് സബ്സ്റ്റൻസ്. ഓക്കെ, നമ്മുടെ വർക്കിംഗ് സബ്സ്റ്റൻസ്. ഓക്കെ, ഒരു പിസ്റ്റൺ ഒക്കെ അങ്ങ് വരച്ചേക്കുക.
അപ്പൊ നിങ്ങൾ നല്ല ഡയഗ്രാം ഒക്കെ വരയ്ക്കുമ്പോൾ എന്താണ് നിങ്ങൾ കുറച്ച് അറിയാവുന്ന വായിച്ച മക്കളാണെന്ന് ടീച്ചേഴ്സിന് മനസ്സിലാവും. ഓക്കെ, സോ അതുകൊണ്ട് അങ്ങനെ ചെറിയ പരിപാടികളൊക്കെ ചെയ്തോളാം. ഓക്കെ, വേണേ 2 വരയൊക്കെ ഇട്ടോ. ഓക്കെ, സോ എന്ത് ചെയ്യാ, ഇതാണ് നമ്മുടെ വർക്കിംഗ് സബ്സ്റ്റൻസ്, ഐഡിയൽ ഗ്യാസ് ഉള്ള വർക്കിംഗ് സബ്സ്റ്റൻസ്. ഓക്കെ, സോ എന്ത് ചെയ്യാ, ഇതിനകത്ത് കുറച്ച് മോളിക്യൂൾസ് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം. അപ്പം വർക്കിംഗ് സബ്സ്റ്റൻസ് ഈ പ്രാവശ്യം നമ്മൾ വെക്കുന്നത് സിങ്കിലാണ്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാ, വർക്കിംഗ് സബ്സ്റ്റൻസ് സിങ്കിൽ വെച്ച് കഴിയുമ്പം കംപ്രഷൻ നടന്നു. എങ്ങനെ, ഐസോതെർമൽ കംപ്രഷൻ നടന്നിട്ട് എന്ത് പറ്റും, നേരത്തെ നമ്മുടെ സ്റ്റേറ്റ് എന്ന് പറഞ്ഞ എന്തായിരുന്നു, P3 V3. ടെമ്പറേച്ചർ എത്രയായിരുന്നു, ടെമ്പറേച്ചർ എത്രയായിരുന്നു നമ്മുടെ T2 അല്ലെ. T2വിൽ നിന്ന് എന്താവും, ഐസോതെർമലിയാണ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നത് അല്ലെ, ഐസോതെർമൽ കംപ്രഷൻ അല്ലെ, ഐസോതെർമൽ കംപ്രഷൻ ആണ് നമ്മൾ ചെയ്യുന്നത് അല്ലെ. അപ്പൊ എന്ത് സംഭവിക്കും, ഐസോതെർമലി കംപ്രസ് ചെയ്യുമ്പോൾ എന്ത് പറ്റും, P3 V3 T2 എന്തായി മാറും, P4 V4. പിന്നെ എന്ത് പറ്റും, ടെമ്പറേച്ചർ മാറുമോ, ഐസോതെർമൽ കംപ്രഷൻ ആണ്, അപ്പൊ ടെമ്പറേച്ചർ മാറില്ല, ടെമ്പറേച്ചർ T2 തന്നെയായിരിക്കും. ഓക്കെ, മനസ്സിലായോ. അപ്പൊ എങ്ങനെയായിരുന്നു നമ്മുടെ ഓരോ ചേഞ്ചസും നമുക്ക് പറയാം. ഇവിടെ സിങ്കിലേക്ക് വെക്കുമ്പോൾ എന്താണ്, നമുക്കറിയാം വർക്കിംഗ് സബ്സ്റ്റൻസ് വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട്, ഓക്കെ, സിങ്ക് എപ്പോഴും ലോ ടെമ്പറേച്ചറിലായിരിക്കും. സിങ്കിലേക്കാണ് നമ്മൾ ഹീറ്റ് വേസ്റ്റഡ് ആയിട്ട് പോകുന്ന ഹീറ്റ് എല്ലാം അങ്ങോട്ടാണ് തള്ളി വിടുന്നത് അല്ലെ. അപ്പൊ വർക്കിംഗ് സബ്സ്റ്റൻസിനെ നമ്മൾ സിങ്കിൽ വെച്ച് കഴിയുമ്പോൾ എന്ത് പറ്റുക, നമ്മള് സോഴ്സിൽ നിന്നൊക്കെ കിട്ടിയ വർക്കിംഗ് സബ്സ്റ്റൻസിന് കിട്ടിയ ഹീറ്റ് ഒക്കെ ഇല്ലേ, അതൊക്കെ വെച്ച് വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന റിജക്ട് ചെയ്യുന്ന ഹീറ്റ് Q2 ഹീറ്റിനെ എങ്ങോട്ടാണ് വിടുന്നത്, സിങ്കിലോട്ട് വിടും. ആര്, നമ്മുടെ വർക്കിംഗ് സബ്സ്റ്റൻസോ അല്ലെങ്കിൽ സിലിണ്ടർ. ഓക്കെ, വർക്കിംഗ് സബ്സ്റ്റൻസ് നമ്മളൊരു സിലിണ്ടറിന്റെ ഉള്ളിലാണ് നമ്മൾ അതിനെ കൺഫൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ സിലിണ്ടർ നമ്മൾ സിങ്കിൽ വെച്ച് കഴിയുമ്പോൾ എന്താണ്, അത് വർക്ക് ചെയ്തതിന് ബാക്കി ശേഷമുള്ള ഹീറ്റിനെ സിങ്കിലോട്ട് പുറന്തള്ളും. ഓക്കെ, അപ്പം ഇതാണ് അവിടെ ഉണ്ടാവുന്ന ചേഞ്ച്. എങ്ങനെയാണ് സ്റ്റേറ്റിന്റെ ചേഞ്ച്, എങ്ങനെയാണ് P3 V3 T2 to P4 V4 T2. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് സമ്മറൈസ് ചെയ്താം. ഐസോതെർമൽ ഫസ്റ്റ് എക്സ്പാൻഷൻ ആയിരുന്നു, അതിൽ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് എങ്ങനെയായിരുന്നു, തുടങ്ങുന്നത് P1 V1 T1 ആണ്, അത് എന്തായിട്ട് മാറും, P2 V2. ടെമ്പറേച്ചർ മാറുമോ, ഇല്ല അല്ലെ, ടെമ്പറേച്ചർ T1 ആയിട്ട് തന്നെ തുടരും. പിന്നെ അടുത്ത് എന്തായിരുന്നു, ഐസോതെർമൽ എക്സ്പാൻഷൻ കഴിഞ്ഞ് അഡിയബാറ്റിക് എക്സ്പാൻഷൻ. അഡിയബാറ്റിക് എക്സ്പാൻഷനിൽ എന്തായിരുന്നു, എല്ലാം ചേഞ്ച് ചെയ്യും അല്ലെ, P2 V2 T1 എന്തായി മാറും, അവിടെ നിന്ന് P3 V3. ടെമ്പറേച്ചർ T1 എന്തായി മാറും, ടെമ്പറേച്ചർ മാറും അല്ലെ, T2 ആയി മാറും. ഓക്കെ, സോ ഇത്രയും 3 കാര്യങ്ങളാണ് കഴിഞ്ഞ 3 പ്രോസസ്സിൽ നടന്നത്. ഓരോന്ന് എവിടെയാണ് വെക്കുന്നത്, ഐസോതെർമൽ എക്സ്പാൻഷൻ വർക്കിംഗ് സബ്സ്റ്റൻസ് സോഴ്സിൽ വെച്ചു, ഇത് ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡിൽ വെച്ചു, ഇത് ലാസ്റ്റ് നമ്മളിപ്പോ പഠിച്ചത് സിങ്കിൽ വെച്ചു. ഓക്കെ, അങ്ങനെയാണ് വർക്കിംഗ് സബ്സ്റ്റൻസ് 3 വെക്കുന്നതും 3 രീതിയിലുള്ള എന്താ ചേഞ്ച് ഓഫ് സ്റ്റേറ്റും. അപ്പൊ ഇവിടുത്തെ വർക്ക് ഡൺ എന്തായിരിക്കും, ഐസോതെർമൽ കംപ്രഷനിൽ വർക്ക് ഡൺ എങ്ങനെയായിരിക്കും, നമുക്കറിയാം ഐസോതെർമലിന്റെ ജനറൽ ഫോർമുല W = nRT ലോ നാച്ചുറൽ ലോഗരിതം V2 by V1 ആണ്, അതായത് ഫൈനൽ സ്റ്റേറ്റ് ബൈ ഇനീഷ്യൽ സ്റ്റേറ്റ്. അങ്ങനെയാണ് ഇവിടെ എന്തായിരിക്കും വരിക, ഇവിടുത്തെ നമ്മുടെ സ്റ്റേറ്റ് എങ്ങനെയായിരുന്നു മക്കളെ, ശ്രദ്ധിച്ചേ. ഇപ്പൊ എങ്ങനെയാണുള്ളത്, നമ്മൾ എവിടെ വരെ എത്തി, T2ൽ നിന്ന് ആണ് നമ്മളുള്ളത്. ഓക്കെ, അപ്പൊ എങ്ങനെ വരും, ടെമ്പറേച്ചർ മാറുന്നില്ല, പക്ഷെ വോളിയത്തിന്റെ ആണ് നമ്മൾ നാച്ചുറൽ ലോഗരിതം ഓഫ് ഫൈനൽ വോളിയം ബൈ ഇനീഷ്യൽ വോളിയം ആണ്. അപ്പൊ എന്താണ്, ഫൈനൽ വോളിയം V4 ആണ്, ഇനീഷ്യൽ വോളിയം എന്തായിരുന്നു, ഈ സ്റ്റേറ്റ് തുടങ്ങിയപ്പം V3 അല്ലെ. അപ്പൊ നാച്ചുറൽ ലോഗരിതം V4 by V3 എന്ന് വരും. ഓക്കെ, അപ്പൊ ടെമ്പറേച്ചർ തുടങ്ങുന്ന ടെമ്പറേച്ചർ എന്താണ്, ടെമ്പറേച്ചറിൽ ചേഞ്ച് ഉണ്ടോ, ഒറ്റ ടെമ്പറേച്ചറേ ഉള്ളൂ. ഏതായിരുന്നു ടെമ്പറേച്ചർ, T2 അല്ലെ. അപ്പൊ വർക്ക് ഡൺ ഇൻ ഐസോതെർമൽ കംപ്രഷൻ എന്തായിരിക്കും, W = nRT2 നാച്ചുറൽ ലോഗരിതം V4 by V3. ഓക്കെ അല്ലേ. സോ നമ്മൾ ഐസോതെർമലി ഫസ്റ്റ് എന്ത് ചെയ്തു, എക്സ്പാൻഡ് ചെയ്തു, പിന്നെ അത് കഴിഞ്ഞിട്ട് അഡിയബാറ്റിക്കിൽ എക്സ്പാൻഡ് ചെയ്തു, പിന്നെ ഐസോതെർമലി കംപ്രസ് ചെയ്തു. ഇനി അടുത്ത എന്താണ്, അഡിയബാറ്റിക് കംപ്രഷൻ. ഓക്കെ, സോ അഡിയബാറ്റിക് കംപ്രഷനിലെ 4th സ്റ്റേജ് ആണ്, അതാണ് കാർനോട്ട് റേഞ്ചിന്റെ ഫൈനൽ സ്റ്റേജ് അല്ലെ. അപ്പൊ അവിടെ എന്താ നമ്മൾ ചെയ്യുന്നത്, പിന്നെ നമ്മുടെ സിലിണ്ടറിനെ അല്ലെ സോഴ്സിൽ വെച്ചു, ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡിൽ വെച്ചു, സിങ്കിൽ വെച്ചു, പിന്നെ എന്ത് ചെയ്യാ, റിട്ടേൺ പോവാണ് നമ്മള്. പിന്നെ എന്ത് തന്നെ പറ്റും, എങ്ങോട്ട്, നമ്മുടെ ഇതിന്റെ നടുക്കത്തെ ആളാരാണ്, ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡ് ആണ് അല്ലെ. അപ്പം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അഡിയബാറ്റിക് കംപ്രഷൻ ആണ്. അഡിയബാറ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രഷറും വോളിയവും ടെമ്പറേച്ചറും മാറാം, പക്ഷെ എന്താണ്, അത് സിസ്റ്റത്തിന് ഉള്ളിലുള്ള സാധനങ്ങളാണ്. ഓക്കെ, വേരിയബിൾസ് എന്ന് പറയുന്നത് PVT. പക്ഷെ സറൗണ്ടിങ്സിനെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഹീറ്റ് എക്സ്ചേഞ്ച് നടക്കരുത്. അപ്പോഴെപ്പോഴും എന്താ വിചാരിച്ചോളാം, അങ്ങനെ ഹീറ്റ് എക്സ്ചേഞ്ച് വേണ്ട എന്നുള്ള സമയങ്ങളെല്ലാം പിടിച്ച് എങ്ങോട്ട് ഇട്ടോളാം, ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡിലോട്ട്. ഓക്കെ, സോ ഇവിടെ എന്താണ്, സിലിണ്ടർ ഈസ് അഗൈൻ പ്ലേസ്ഡ് ഓൺ ദി ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡ് ആൻഡ് ഗ്യാസ് ഇസ് കംപ്രസ്. ഓക്കെ, ഈ പ്രാവശ്യം നമ്മൾ പിന്നെയും കംപ്രഷനിലോട്ട് പോവാണ്.
compress adiabatically till it come to the original condition. അപ്പൊ നമ്മൾ എന്താണ് ഒറിജിനൽ കണ്ടീഷനിലോട്ട് തന്നെ വരികയാണ്. അതായത് ഈ കാർനോട്ട് എഞ്ചിൻ നമ്മൾ പറഞ്ഞു അല്ലെ, ഒരു റിവേഴ്സിബിൾ ഹീറ്റ് എഞ്ചിൻ ആണ്. തുടങ്ങി കുറെ സ്ഥലത്തൂടെയൊക്കെ പോയി അവസാനം എന്താണ് നമ്മുടെ ഇനീഷ്യൽ സ്റ്റേജിലോട്ട് തന്നെ എത്തി. അപ്പൊ നമ്മൾ തുടങ്ങിയത് എവിടെ നിന്നായിരുന്നു? P1 V1 T1 അവിടേക്ക് തന്നെ നമ്മൾ എത്തി. ഓക്കെ, സോ അതാണ് അഡയബാറ്റിക്കലി നമ്മൾ കംപ്രസ് ചെയ്യുന്നത്. അപ്പൊ എവിടെയാണ് നമ്മൾ സിലിണ്ടറിനെ പ്ലേസ് ചെയ്യുന്നത്? വർക്കിംഗ് സബ്സ്റ്റൻസ് ഉള്ള സിലിണ്ടറിനെ നമ്മൾ ഇപ്രാവശ്യം എവിടെയാണ് പ്ലേസ് ചെയ്യുന്നത്? അഗെയിൻ ഓൺ ദി ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡ്. ഇപ്രാവശ്യം നമ്മൾ പിന്നെയും നമ്മുടെ എന്ത് സിലിണ്ടറിനെ അല്ലെ, വർക്കിംഗ് സബ്സ്റ്റൻസ് ഉള്ള സിലിണ്ടറിനെ അഗെയിൻ വി ആർ പ്ലേസിംഗ് ഓൺ ദി ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡ്. ഓക്കെ, ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡിൽ നമ്മൾ പിന്നെയും പ്ലേസ് ചെയ്യുകയാണ്. അപ്പൊ എന്താ പറ്റുക? ഇപ്രാവശ്യം അഡയബാറ്റിക്കലി കംപ്രസ് ആവും അല്ലെ. അപ്പം ചേഞ്ച് ഇൻ സ്റ്റേറ്റ് എങ്ങനെയായിരിക്കും? ഇതിന് മുന്നത്തെ സ്റ്റേറ്റ് എന്തായിരുന്നു? പി. ഓക്കെ, നമ്മൾ എത്തി നിന്ന് എന്തായിരുന്നു? P4 അല്ലെ. P4 V4 ടെമ്പറേച്ചർ എത്രയായിരുന്നു? T2 അല്ലെ. T2 അപ് ടു എത്രയാണ്? P3 അല്ല, P1 അല്ലെ. ഇനീഷ്യലി ഉള്ള സ്റ്റേറ്റിലോട്ട് തന്നെ തിരിച്ചുപോയി. P1 V1 T1. ഓക്കെ, സോ പ്രഷറും വോളിയവും എന്താണ് ചേഞ്ച് ചെയ്ത് ടെമ്പറേച്ചറും ചേഞ്ച് ചെയ്യുക. അതായത് എല്ലാം എന്താണ് ഇനീഷ്യലി നമ്മൾ തുടങ്ങിയത് എവിടെയാണോ ആ ഒരു സ്ഥലത്തോട്ട് തന്നെ നമ്മൾ എവിടെ എത്തി? അഡയബാറ്റിക്കലി കംപ്രസ് ചെയ്യുമ്പോൾ നമ്മൾ എത്തി. ഓക്കെ, അപ്പൊ ഇവിടുത്തെ വർക്ക് ഡൺ എന്തായിരിക്കും? NR ഗാമ മൈനസ് 1. ഓക്കെ, 1 മൈനസ് ഗാമ മൈനസ് 1 എത്രയായിരിക്കും? T1 മൈനസ് T2. ഓക്കെ, T1 മൈനസ് T2 എന്നുള്ളതാണ് നമുക്ക് ആദ്യത്തെ കേസിൽ അഡയബാറ്റിക്കലി നമ്മൾ എന്ത് ചെയ്തപ്പം എക്സ്പാൻഡ് ചെയ്തപ്പോ ആ ഒരു ഫോമുലോട്ട് തന്നെ കിട്ടണമെങ്കിൽ നമ്മൾ NR ഗാമ മൈനസ് 1 എന്തായിരിക്കും? T1 മൈനസ് T2 എന്ന് നമുക്ക് കിട്ടണം. എന്താ ഇവിടെ ഒരു മൈനസ് ഇടണം. ഓക്കെ, ശരിക്കും എങ്ങനെയാണ്? NR ഗാമ മൈനസ് 1 T2 മൈനസ് T1 എന്നായിരിക്കും. കാരണം ഫൈനൽ മൈനസ് ഇനീഷ്യൽ എന്നാണ്. ഓക്കെ, പക്ഷെ നമ്മൾ എന്താണ് നമുക്ക് നേരത്തെ പോലെ കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാം? ഒരു മൈനസ് എന്നുള്ള ചേർക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇല്ല നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ തന്നെ എഴുതാം, പ്രശ്നമൊന്നുമില്ല. അതായത് എന്താണ്? W is equal to NR ഗാമ ബൈ ഗാമ മൈനസ് 1 എന്താണ്? ഫൈനൽ മൈനസ് ഇനീഷ്യൽ T2 മൈനസ് T1 എന്ന് തന്നെ എഴുതാം. ഓക്കെ, നോ പ്രോബ്ലം. എന്താ നിങ്ങൾ ഫൈനലി ഇക്വേഷൻ വരുമ്പോൾ നിങ്ങൾ അത് റീഅറേഞ്ച് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, സോ ഇവിടെ എന്താണ് നമ്മൾ വർക്കിംഗ് സബ്സ്റ്റൻസിന് ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡിലായിരിക്കും വെക്കുക. അതുപോലെ തന്നെ എന്താണ് എന്താ സംഭവിക്കുന്നത്? ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡിൽ നിങ്ങൾ വെച്ചു. വെച്ചിട്ട് എന്താ സംഭവിക്കുന്നത്? ഇവിടെ അഡയബാറ്റിക്കലി കംപ്രസ് ആവുകയാണ് ചെയ്യുക. അഡയബാറ്റിക്കലി കംപ്രസ്ഡ് ആയി പിന്നെ എന്താണ് സംഭവിക്കുന്നത്? ചേഞ്ച് ഇൻ സ്റ്റേറ്റ് വരുന്നുണ്ട്. എങ്ങനെയാണ് ചേഞ്ച് ഇൻ സ്റ്റേറ്റ് സംഭവിക്കുന്നത്? P4 V4 T2 നിന്ന് P1 V1 T1ലേക്കാണ് മാറുന്നത്. ഓക്കെ, സോ വർക്ക് ഡൺ ഇൻ ദിസ് പ്രോസസ്. ഏത് ഇപ്പത്തെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത ഫൈനൽ പ്രോസസ് എന്താണ്? അഡയബാറ്റിക് കംപ്രഷൻ. ഓക്കെ, അപ്പം ഇപ്പൊ എന്താണ് അങ്ങനെ ഫൈനലി നമ്മുടെ 4 പ്രോസസ് ഓക്കെ അഡയബാറ്റിക് കംപ്രഷനും കൂടെ ചെയ്തപ്പോ എന്താണ് ആശാൻ തിരിച്ച് ഫൈനലിൽ നിന്ന് ഇനീഷ്യൽ P1 T1ലേക്ക് പാവം പോലെ എത്തിയിട്ടുണ്ട്. ഓക്കെ ആണോ? സോ ഈ 4 സ്റ്റേജസിലുള്ള വർക്ക് ഡൺ എന്താണ്? അതുപോലെ തന്നെ നമ്മൾ സിലിണ്ടർ എവിടെയാണ് പ്ലേസ് ചെയ്യുന്നത്, ഹീറ്റ് എക്സ്ചേഞ്ച് ഉണ്ടോ ഇല്ലയോ, പ്രഷർ വോളിയം ടെമ്പറേച്ചർ ഒക്കെ ചേഞ്ച് ചെയ്യുന്നുണ്ടെന്നുള്ള ഈ സ്റ്റേറ്റിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഒരു ഇത് അല്ലെ, ഇതെല്ലാം നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഒരു സൈക്കിൾ പോലെ പഠിച്ചു വെക്കാം. ഓക്കെ അല്ലേ? സോ നമ്മൾ ഐസോതെർമൽ പ്രോസസ്സ്, എക്സ്പാൻഷൻ, ഐസോതെർമൽ, അത് കഴിഞ്ഞിട്ട് അഡയബാറ്റിക് എക്സ്പാൻഷൻ, ഐസോതെർമൽ കംപ്രഷൻ, അഡയബാറ്റിക് കംപ്രഷൻ, ഈ 4 പ്രോസസ്സുകളും പഠിച്ചു. അവിടുത്തെ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് പഠിച്ചു, വർക്ക്. ഓക്കെ, അതാണ് മിസ് ഇവിടെ എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്താണ് ഈ 4 പ്രോസസ്സും കൂടെ കൂടി ഓക്കെ ഫൈനലി നമ്മുടെ കാർനോട്ട് എഞ്ചിന്റെ എഫിഷ്യൻസിനെയൊക്കെ നമ്മൾ മെഷർ ചെയ്യുന്ന എന്താണ്? ഇറ്റ് ഇസ് ബൈ ദ വർക്ക് ഡൺ അല്ലെ. എത്രമാത്രം വർക്ക് ഈ 4 പ്രോസസ്സിലൂടെ നമ്മുടെ കാർനോട്ട് എഞ്ചിൻ ചെയ്തെന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യുക? ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുക. ഇൻഡിവിജ്വലി ഓരോ പ്രോസസ്സിലും ഉണ്ടായിരുന്ന വർക്ക് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി എന്ത് ചെയ്യുക? ഈ ഫൈനൽ വർക്ക്സിനെ എല്ലാം കൂടെ ആഡ് ചെയ്യുക. ഓക്കെ, സോ വർക്ക് ഡൺ ഇൻ 4 പ്രോസസ്സിലും ഉണ്ടായിരുന്ന വർക്ക് ഡൺ മിസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്താണ് നെറ്റ് വർക്ക് ഡൺ എന്ത് ചെയ്യുക? നമ്മൾ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുക. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചേ, വർക്ക് ഡൺ ഇൻ ഐസോതെർമൽ എക്സ്പാൻഷൻ എന്താണ്? NR T1 നാച്ചുറൽ ലോഗരിതം V2 by V1. ഇനി രണ്ടാമത്തെ അഡയബാറ്റിക് എക്സ്പാൻഷനിൽ NR by ഗാമ മൈനസ് 1 T1 മൈനസ് T2. അപ്പം അഡയബാറ്റിക് കംപ്രഷനിലോ NR by ഗാമ മൈനസ് 1 T2 മൈനസ് T1. നിങ്ങൾ ശ്രദ്ധിച്ചേ, T1 മൈനസ് T2 T2 മൈനസ് T1 അത്രേ വന്നുള്ളൂ. ടെമ്പറേച്ചറിൽ ഡിഫറൻസ് വരുന്നില്ലാത്തതുകൊണ്ട് തന്നെ അല്ലേ. അപ്പൊ എന്താണ്? സോറി, ടെമ്പറേച്ചറിലല്ല, T1 T2 തന്നെയാണ് 2 സ്റ്റേജിലും വരുന്നത്. അപ്പൊ എന്താണ് നമുക്ക് എന്താ ഒന്ന് റീഅറേഞ്ച് ചെയ്യുവാണ്. എന്താണ് NR T1 മൈനസ് T2 എന്ന് ഇതിനെ എഴുതാം. ജസ്റ്റ് എന്ത് ചെയ്യുക? ഇവിടെ മുമ്പിൽ ഒരു മൈനസ് കൊടുത്താൽ അല്ലെ, നമ്മളിവിടെ മുമ്പിൽ ഒരു മൈനസ് കൊടുത്തു. ഓക്കെ, സോ മൈനസ് കൊടുത്താൽ
NR/Γ-1 ഇൻറ്റു T2 - T1 എന്താവും? -NR/Γ-1 ഇതും കൂടെ വരും. T2 - T1 T1 - T2 ആക്കാൻ. ഓക്കെ, അപ്പൊ എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? നമ്മൾ കുറച്ച് അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്യാണ്. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടും. അപ്പൊ നിങ്ങൾ ടോട്ടൽ വർക്ക് നിങ്ങൾ ആഡ് ചെയ്യുവാണെങ്കിൽ എന്ത് വരും? നിങ്ങൾക്ക് എന്ത് കിട്ടും? നമുക്ക് ആഡ് ചെയ്ത് നോക്കാം. ടോട്ടൽ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു എങ്ങനെ വരും? ടോട്ടൽ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു NR, ഫസ്റ്റ് വൺ ഐസോതെർമൽ എക്സ്പാൻഷൻ അല്ലെ, NR T1 നാച്ചുറൽ ലോഗരിതം V2/V1. ഇനി അടുത്തത് എന്തായിരുന്നു? രണ്ടാമത്തത് അഡിയബാറ്റിക് എക്സ്പാൻഷൻ എന്താ? NR/Γ-1 T1 - T2 അല്ലെ, NR/Γ-1 T1 - T2. ഇനി അടുത്ത മൂന്നാമത്തെ ആരായിരുന്നു? ഐസോതെർമലി. പിന്നെ എന്തെന്ന് ചെയ്യാൻ പോലുണ്ട്? നമ്മൾ കംപ്രസ് ചെയ്യാൻ പോകണം അല്ലെ. അപ്പൊ എന്താ കിട്ടിയേ? NR T2 നാച്ചുറൽ ലോഗരിതം ഓഫ് V4/V3. NR ടെമ്പറേച്ചർ എന്താണ് ഇവിടെ? T2 ആണ് അല്ലെ. നാച്ചുറൽ ലോഗരിതം ഓഫ് V4/V3. ഇനി ഒരാളും കൂടി ഉണ്ടല്ലോ, നമ്മുടെ ഫൈനൽ ആള് ആരായിരുന്നു? ആരായിരുന്നു? നമ്മുടെ അഡിയബാറ്റിക് കംപ്രഷൻ അല്ലെ, NR/Γ-1 T2 - T1. NR/Γ-1 T2 - T1. ഓക്കെ മക്കളെ, അപ്പൊ ഇത്രയാണ് വർക്ക് ഡൺ. ഓരോ പ്രോസസ്സിലുള്ള ഇൻഡിവിജ്വലി ഉള്ള വർക്ക് ഡൺ. ഇനി എന്ത് ചെയ്യാ? നിങ്ങൾ ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യുക. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചേ, ഈ സെക്കൻഡ് ടേം ഫോർത്ത് ടേം, അതായത് അഡിയബാറ്റിക്കിന്റെ ടേംസ് ഇല്ലേ, NR/Γ-1 T1 - T2. അഡിയബാറ്റിക് കംപ്രഷന്റെ NR/Γ-1 T2 - T1 ആണ്. നമുക്കൊരു ചെറിയ സൂത്രപ്പണി ലഭിച്ചാലോ? ഇത് രണ്ടിനെ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റും. എങ്ങനെ? ഇതും T1 - T2 ആയാൽ മതി അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? ജസ്റ്റ് ഇവിടെ ഒരു മൈനസ് ഇട്ട് കൊടുത്താൽ ഇത് T1 - T2 കറക്റ്റ് ആവൂലേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? NR T1 നാച്ചുറൽ ലോഗരിതം V2/V1 പ്ലസ് NR/Γ-1 T1 - T2 പ്ലസ് NR T2 നാച്ചുറൽ ലോഗരിതം ഓഫ് V4/V3. ഇതിന് പകരം എന്ത് ചെയ്യുക? ഇതിന് നമുക്ക് ഇത് രണ്ടും ക്യാൻസൽ ചെയ്യാൻ വേണ്ടി ഇതേപോലെ ഈ ബ്രാക്കറ്റിലെ ടേംസ് ഒരേപോലെ ആകാൻ വേണ്ടി എന്ത് ചെയ്യുക? ഇവിടെയും T1 - T2 ആക്കുക. അപ്പം എന്താണ്? അങ്ങനെ വരുമ്പോൾ ഒരു മൈനസ് പുറത്തേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ഫോമിലേക്ക് വരും. -NR/Γ-1. ആക്ച്വലി അപ്പം ഫൈനലി ചേഞ്ച് ഇല്ല എന്നാണ് അർത്ഥം. ഓക്കെ, T1 - T2 എന്ന് വരും. ഓക്കെ, ഇനി എന്ത് ചെയ്യാ? അപ്പം ഇവിടെ രണ്ടും എന്താണ്? ഒന്ന് പ്ലസും ഒന്ന് മൈനസും. നമ്മൾ എന്ത് ചെയ്യാ? അതിനെ കട്ട് ചെയ്ത് കളയാം. ഓക്കെ അല്ലേ? സോ ഇത് രണ്ടും നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി എന്താണ്? ബാക്കിയുള്ള ടേംസ് എടുത്ത് എഴുതിക്കേ. അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടും? NR T1 നാച്ചുറൽ ലോഗരിതം ഓഫ് V2/V1. ബാക്കി എന്താ ഉള്ളത്? പ്ലസ് NR T2 നാച്ചുറൽ ലോഗരിതം ഓഫ് V4/V3. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് കിട്ടിയ സംഭവം. അപ്പൊ എന്താണ്? നമുക്ക് കുറച്ചുകൂടി ഒരു രസമാകാൻ അല്ലെ. പ്ലസ് മാത്രമാണ് ഒരു രസമില്ല. അപ്പൊ പ്ലസ് മൈനസ് ഒക്കെ വേണ്ടേ? പോസിറ്റീവ്സും നെഗറ്റീവ്സും നമ്മുടെ ലൈഫിൽ വേണമെന്ന് പറയുന്നത് പോലെ. അപ്പൊ എന്ത് ചെയ്യാ? ഇതിന് ഇവിടെ നമ്മളൊരു മൈനസ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാ? നാച്ചുറൽ ലോഗരിതം ഓഫ് V4/V3 എന്നാണ് നമ്മൾ ഇതിനൊന്ന് തിരിച്ചിടുന്നു. ഓക്കെ, നമ്മൾ അപ്പൊക്കെ മറിച്ചിടുന്ന പോലെ മുകളിൽ താഴെ ഒന്ന് ജസ്റ്റ് ഒന്ന് മറിച്ചിട്ടു. അതിന് പകരം എന്ത് ചെയ്യാ? ഇവിടെ ഒരു മൈനസ് ആഡ് ചെയ്യുക. അപ്പൊ കാണുമ്പോൾ എന്താണ്? കുറച്ചും കൂടി ഒരു രസമായിരിക്കും അല്ലെ. അപ്പൊ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു NR T1 നാച്ചുറൽ ലോഗരിതം ഓഫ് V2/V1 മൈനസ് NR T2 നാച്ചുറൽ ലോഗരിതം ഓഫ് മൈനസ് ഇൻസ്റ്റാൾ നമ്മൾ എന്താണ് ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ട് തന്നെ ഇതിനെ ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്ററിനെ നമ്മൾ ജസ്റ്റ് റിവേഴ്സ് ചെയ്യുന്നു. ലോഗ് ഓഫ് V3/V4. ഓക്കെ, സോ ഇതാണ് വർക്ക് ഡൺ ബൈ കാർനോട്ട് എഞ്ചിൻ. ഓക്കെ, സോ എന്ത് ചെയ്യാം? നിങ്ങൾ ഇത്രയും സ്റ്റെപ്സ് ഒന്നും എഴുതണ്ട. മിസ് ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നേ ഉള്ളൂ എങ്ങനെയാണ് ഫൈനൽ സ്റ്റെപ്പ് വരുന്നത്. ഓക്കെ, സോ ഈ കാർനോട്ട് എഞ്ചിന്റെ വർക്ക് ഡൺ ഇങ്ങനെ 4 പ്രോസസ്സിലെയും വർക്ക് ഡൺ ഇൻഡിവിജ്വലി കണ്ടുപിടിച്ചിട്ട് എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടും. ഓക്കെ, സോ നമ്മൾ വർക്ക് ഡൺ ഇൻ എ കാർനോട്ട് എഞ്ചിൻ നമ്മൾ കണ്ടുപിടിച്ചു. അപ്പൊ ഇത് വെച്ചിട്ട് ഓക്കെ, നിങ്ങൾക്ക് ഓൾറെഡി ചേഞ്ചിങ് സ്റ്റേറ്റ്സ് അറിയാം. അപ്പം നിങ്ങളോട് PV ഡയഗ്രാം, ഓക്കെ, പ്രഷർ വോളിയം ഡയഗ്രാം ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. എന്ത് ചെയ്യുക? എന്താണ് ചേഞ്ച് ചെയ്യുന്നത്? ഓക്കെ, പ്രഷറും വോളിയം ടെമ്പറേച്ചർ ഒക്കെ ഏതൊക്കെ സ്റ്റേറ്റിലാണ് ചേഞ്ച് ചെയ്യുന്നത്, ഇതൊക്കെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങളൊരു PV ഡയഗ്രാം ഉപയോഗിക്കുന്നത്. ഓക്കെ, സോ അതിപ്പോ നമുക്ക് എങ്ങനെ അത് റെപ്രസെന്റ് ചെയ്യാം മക്കളെ? ഓക്കെ, സോ എന്ത് ചെയ്യാ? ഇത് നമ്മളൊരു PV ഡയഗ്രാം വരയ്ക്കാൻ പോവാണ്. അപ്പൊ പ്രഷറും വോളിയം നിങ്ങൾ മാർക്ക് ചെയ്യുക. ഓക്കെ, അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പൊ എന്ത് ചെയ്യാ? നല്ല റൂളറൊക്കെ എടുത്ത് ഒരു പ്രഷർ വോളിയത്തിന് വേണ്ടിയിട്ട് ഉള്ള ഒരു ആക്സിസ് ഒക്കെ സെറ്റ് ആക്കുക ആദ്യം തന്നെ. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ?
എക്സാംസിന് വരുമ്പോഴാണെങ്കിൽ എന്താ റൂളറൊക്കെ വെച്ച് തന്നെ ചെയ്യുക, അപ്പോഴാണ് ഒരു ഗുമ്മുള്ളത്. ഓക്കെ, ഇപ്പൊ നമ്മൾ പ്രഷറും വോളിയം വരച്ചു. ഓക്കെ, ആക്സസ് വരച്ചു, പ്രഷർ വോളിയം. ഓക്കെ, ഇനി നമ്മൾ തുടങ്ങുന്ന എവിടെയായിരുന്നു? സ്റ്റേറ്റ് തുടങ്ങുന്നത് P1 V1 T1 എന്നുള്ള സ്റ്റേറ്റിൽ നിന്നാണ്. പ്രഷർ വോളിയം ടെമ്പറേച്ചർ P1 V1 T1 ഒരു സിസ്റ്റമാണ് നമ്മൾ തുടങ്ങുന്നത്. ആദ്യം എന്തായിരുന്നു ചെയ്യുന്നത്? നമ്മൾ അതിനെ ഐസോതെർമലി എക്സ്പാൻഡ് ചെയ്യും അല്ലെ. അപ്പൊ എന്ത് ചെയ്യും? ഐസോതെർമലി എക്സ്പാൻഡ് ചെയ്ത് എന്താവും? ടെമ്പറേച്ചർ മാറുമോ? ഇല്ല അല്ലെ. പ്രഷർ മാറും, P2 ആവും, വോളിയം മാറും, പക്ഷെ ടെമ്പറേച്ചർ എന്താണ്? T1 ആയിട്ട് തന്നെ തുടരും. അപ്പൊ ഇങ്ങനെയാണെങ്കിൽ ഓക്കെ, ഇവിടെ നിന്ന് ഇങ്ങനെ വരും. ഓക്കെ, സോ P1 V1 T1 ആയിരുന്നു. അതെന്തായി? ഓക്കെ, ഇങ്ങനെ വന്ന് ഇപ്പോഴത്തെ സ്റ്റേറ്റ് എന്താണ്? P2 V2. ടെമ്പറേച്ചർ മാറുമോ? ഇല്ല, ടെമ്പറേച്ചർ T1 തന്നെ അല്ലെ. ഇനി അത് കഴിഞ്ഞിട്ടോ? അത് കഴിഞ്ഞിട്ട് ഇതാണ് ഐസോതെർമൽ എക്സ്പാൻഷൻ. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? P2 V2 T1 നമ്മുടെ അടുത്ത ഇതെന്താണ്? അഡിയബാറ്റിക്കലി എക്സ്പാൻഡ് ചെയ്ത് എന്താവും? പ്രഷറും വോളിയവും ചേഞ്ച് ചെയ്യും, പക്ഷെ ടെമ്പറേച്ചർ മാറുമോ? ടെമ്പറേച്ചർ മാറും അല്ലെ. കാരണം ഇത് അഡിയബാറ്റിക് ആണ്. അഡിയബാറ്റിക് ആകുമ്പോൾ ടെമ്പറേച്ചർ മാറുന്നതിന് പ്രശ്നമില്ല. അപ്പൊ എന്ത് ചെയ്യും? ഇങ്ങനെ വരയ്ക്കുക. അപ്പൊ എന്ത് പറ്റും? P2 V2 T1 എന്തായി? P3 V3 T2 ആയി. ഓക്കെ, ഓക്കെ ആണോ മക്കളെ? നിങ്ങൾ ഇങ്ങനെ ഒരു ചുരമൊക്കെ ഇറങ്ങി വരുന്ന പോലെ അങ്ങ് ചിന്തിക്കുക. ഓക്കെ, ഇനി എന്താ പറ്റുക? അത് കഴിഞ്ഞ് ഇത് നമ്മൾ പറഞ്ഞു, ഇതൊരു സൈക്ലിക് പ്രോസസ് ആണ്. ഓക്കെ, അപ്പൊ തുടങ്ങിയെടുത്ത് തന്നെ നമുക്ക് എങ്ങനെയും തിരിച്ചു ചെല്ലണം, അതാണ് അതിന്റെ മെയിൻ കാര്യം. ഓക്കെ, അപ്പൊ ഇനി എന്ത് ചെയ്യാ? P3 V3 T2 അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താ പറ്റുക? P3 V3 T2 എന്തായി? പിന്നെയും ഐസോതെർമലി കംപ്രസ് ചെയ്ത് എന്തായി? P4 V4. ടെമ്പറേച്ചർ മാറുമോ? ടെമ്പറേച്ചർ മാറില്ല അല്ലെ. അപ്പൊ ടെമ്പറേച്ചർ മാറില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ നേരത്തെ ടെമ്പറേച്ചർ എത്രയായിരുന്നു? T2 ആണല്ലേ. അപ്പൊ P4 V4 T2 തന്നെ നിൽക്കും. ഓക്കെ, അപ്പൊ അതെങ്ങനെയാണ്? ഇങ്ങനെ. ഓക്കെ, അപ്പൊ എന്തായി? P4 V4 എന്ത് പറ്റും? T2. ഓക്കെ, ഇനി അത് കഴിയുമ്പോഴോ ഇത്രയും എത്തി. ഇനി എന്താണ്? തിരിച്ച് നമുക്ക് ഒറിജിനൽ നമ്മുടെ പൊസിഷനിലോട്ട് എത്തണം. അതാണ് സൈക്ലിക് പ്രോസസ് അല്ലെ. കാർനോട്ട് എഞ്ചിൻ ഒരു സൈക്ലിക് ആയിട്ടുള്ള ഒരു എഞ്ചിനാണ്. സൈക്ലിക് ആണ്, അതായത് റിവേഴ്സിബിൾ ആണ്. അപ്പം നമ്മൾ തുടങ്ങിയെടുത്ത് തന്നെ നമുക്ക് എത്തണം. അപ്പൊ എന്ത് പറ്റി? P4 V4 T2 നിന്ന് തിരിച്ച് എന്ത് പറ്റി? തിരിച്ച് നമ്മുടെ P1 T1 തന്നെ എത്തി. ഓക്കെ, അപ്പം ഈ 4 പ്രോസസ്സ്, ഇങ്ങനെ ഒരു പ്രോസസ്സ് അല്ലെ. ഇതിങ്ങനെ ഇവിടുന്ന് തുടങ്ങി ഇതിലേക്കൂടെ പോയി തിരിച്ച് എന്താ ഇവിടെ തന്നെ എത്തി. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ് ഓരോ പ്രോസസ്സ് എന്നും കൂടെ നിങ്ങൾക്കൊന്ന് പറയാം. ഐസോതെർമൽ എക്സ്പാൻഷൻ, പിന്നെന്താണ്? അഡിയബാറ്റിക് എക്സ്പാൻഷൻ. ഇവിടെ എന്തായിരുന്നു? ഐസോതെർമലി നമ്മൾ എന്ത് ചെയ്യാണ്? കംപ്രസ് ചെയ്യാണ് അല്ലെ. ഇനി അവിടുത്തെ അവസാനത്തെ എന്താണ്? അഡിയബാറ്റിക്കലി കംപ്രസ് ചെയ്ത്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് നാലാമത്തെ ചേഞ്ച് ഇൻ സ്റ്റേറ്റ് എങ്ങനെയാ വരിക? P4 V4 T2. എന്നിട്ടോ എന്ത് പറ്റി? ഇനീഷ്യലി ആദ്യം തുടങ്ങിയിടത്ത് തന്നെ നമ്മൾ എത്തി അല്ലെ. P1 V1 T1. ഓക്കെ, അപ്പൊ എന്താണ്? ഇത്രയും ചിന്തിച്ചാൽ മതി. പ്രഷറും വോളിയം എല്ലായിടത്തും ചേഞ്ച് ചെയ്യും. P1 V1 P2 V2 P3 V3 P4 V4. ഓക്കെ, ടെമ്പറേച്ചർ എന്താണ്? മുകളിലത്തെ താഴത്തെ സൈഡിൽ ടെമ്പറേച്ചറിന് ഡിഫറൻസ് ഇല്ല. ഒരു കർവിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഓരോന്ന് തന്നെ എഴുതുക. T1 T2 T2. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ ഇതാണ് നമ്മുടെ PV ഡയഗ്രാം ഫോർ കാർനോട്ട് എഞ്ചിൻ. ഓക്കെ, അപ്പൊ 4 പ്രോസസ്സുകളും അതിൽ വർക്ക് ഡണ്ണും നെറ്റ് വർക്കും നമ്മൾ കണ്ടുപിടിച്ചു. പിന്നെ PV ഡയഗ്രാം കൂടെ പഠിച്ചാൽ കാർനോട്ട് എഞ്ചിൻ സെറ്റ് ആയി. ഓക്കെ അല്ലേ? സോ കാർനോട്ട് എഞ്ചിന്റെ PV ഡയഗ്രാം ഒക്കെ നമ്മൾ വരച്ചിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് തന്നെ ഒരു എഫിഷ്യൻസി. ഓക്കെ, കാർനോട്ട് എഞ്ചിനെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു സെക്ഷനിൽ നിന്ന് കിട്ടുന്ന വേറൊരു ക്വസ്റ്റ്യൻ ആണ് എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ. ഓക്കെ, ഹീറ്റ് എഞ്ചിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മള് കൺവേർഷൻ നടക്കുന്നു, പക്ഷെ എന്താണ് എത്രമാത്രം ആ ഒരു എഫിഷ്യൻസി ഉണ്ട് എന്നുള്ളതിന് പല കാര്യങ്ങൾ ബേസ് ചെയ്തിരിക്കും അല്ലെ. അപ്പൊ ഈ കാർനോട്ട് എഞ്ചിൻ വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ഹീറ്റ് എഞ്ചിനാണ് നമ്മൾ പഠിച്ചു. അപ്പൊ നമ്മൾ കാർനോട്ട് എഞ്ചിനിൽ എന്തായിരുന്നു? നമ്മൾ എന്തിന്റെയും എഫിഷ്യൻസിന് നമ്മൾ ഈറ്റ എന്നുള്ള ഒരു വേർഡ് വെച്ചാണ് പറയാ ഈ സിമ്പിൾ. ഓക്കെ, എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്താ? ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട്. നമ്മൾ എത്രത്തോളം ഇൻപുട്ട് കൊടുത്തു അതിനനുസരിച്ച് നിങ്ങൾക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് അല്ലെ. നിങ്ങൾ പരീക്ഷയിൽ എത്രത്തോളം എഫേർട്ട് ഇടുന്നു അതിനനുസരിച്ച് കിട്ടുന്ന നിങ്ങളുടെ റിസൾട്ട്, അതാണ് നിങ്ങളുടെ എഫിഷ്യൻസി. ഓക്കെ അല്ലേ? അപ്പൊ എന്ത് ചെയ്യാം? മാക്സിമം എഫേർട്ട് ഇടുക, അടിപൊളി റിസൾട്ട് നമ്മൾ സെറ്റ് ആക്കി എടുക്കുക. അപ്പം എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട്. അപ്പൊ നമുക്കറിയാം കാർനോട്ട് എഞ്ചിനിൽ അല്ലെ, കാർനോട്ട് എഞ്ചിനിൽ എന്തായിരുന്നു? നമുക്ക് സോഴ്സ് ഉണ്ട്, പിന്നെന്തായിരുന്നു? സിങ്ക് ഉണ്ട്,
പിന്നെ നമുക്ക് എന്തായിരുന്നു വർക്കിംഗ് സബ്സ്റ്റൻസ് അല്ലെ, സോഴ്സ് സിങ്ക് വർക്കിംഗ് സബ്സ്റ്റൻസ്, ഇത്രയും കാര്യങ്ങളായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത് അല്ലെ, വർക്കിംഗ് സബ്സ്റ്റൻസ്. അപ്പൊ എന്തായിരുന്നു Q1 ഹീറ്റ് സോഴ്സിൽ നിന്ന് കൊടുക്കും. പിന്നെ നമ്മുടെ വർക്കിംഗ് സബ്സ്റ്റൻസ് ആണ് എന്ത് ചെയ്യുന്നത്, വർക്കിംഗ് സബ്സ്റ്റൻസ് വർക്ക് ചെയ്യും അല്ലെ, വർക്ക് ചെയ്തിട്ട് എന്ത് വരും, വർക്ക് ചെയ്ത് നമ്മുടെ എഞ്ചിനൊക്കെ ഓടിച്ച് എന്താണ് മെക്കാനിക്കൽ പാർട്ടെല്ലാം ആക്കി ഫൈനലി നമ്മുടെ വണ്ടി ഓടിക്കും അല്ലെ. ഇല്ലെങ്കിൽ വണ്ടി ഓടിക്കുന്ന വെച്ചാൽ നമ്മുടെ മെക്കാനിക്കൽ പാർട്ടിനെ റൺ ചെയ്ത്, ഇപ്പൊ സപ്പോസ് ഒരു മോട്ടോമൊബൈൽ ആണ് നമ്മൾ ഓടിക്കേണ്ടതെങ്കിൽ അതിന്റെ വീൽസ് കറങ്ങി സംഭവം മുന്നോട്ട് പോകും അല്ലെ. അപ്പൊ വർക്ക് ചെയ്യുന്നു. പിന്നെ അവിടെ നിന്നാണ് വർക്കിംഗ് സബ്സ്റ്റൻസ്, അത് കഴിഞ്ഞിട്ട് എന്താ വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഹീറ്റിനെ എന്താണ് സിങ്കിലോട്ട് വിടും അല്ലെ. ഇതായിരുന്നു നമ്മുടെ എന്തിനകത്തുള്ളത്, കാർനോട്ട് എഞ്ചിനിൽ നടക്കുന്ന പ്രോസസ്സുകൾ. അപ്പൊ എന്താണ് ഇതിനകത്ത് എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട്. ഔട്ട്പുട്ട് എന്താണ്, ശരിക്കും ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, നിങ്ങൾക്ക് ഹീറ്റ് എഞ്ചിനിൽ അവസാനം എന്താണ് വേണ്ടത് മക്കളെ, വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഹീറ്റ് എഞ്ചിൻ പ്രവർത്തിക്കണം അല്ലെ, പ്രവർത്തിച്ച് വർക്ക് ചെയ്ത് ഇപ്പൊ സപ്പോസ് വണ്ടി ഓടുന്നാണെങ്കിൽ ആ ഓട്ടോമൊബൈൽ റൺ ചെയ്യണം അല്ലെ. അപ്പൊ അതിലെ വർക്ക് ഡൺ ആണ് അതിന്റെ ഔട്ട്പുട്ട്. ഇനി ഇൻപുട്ട് എന്താണ്, നമ്മൾ കൊടുക്കുന്ന വർക്കിംഗ് സബ്സ്റ്റൻസിന് നമ്മളെ വർക്കിംഗ് സബ്സ്റ്റൻസ് എന്തായിരുന്നു ഇവിടെ, ഐഡിയൽ ഗ്യാസ് അല്ലെ, ഐഡിയൽ ഗ്യാസ്. അപ്പം നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് Q1 ഹീറ്റ് ഇല്ലേ, അതാണ് അതിന്റെ ഇൻപുട്ട്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം, എഫിഷ്യൻസി ഈറ്റ ഈക്വൽ ടു, ഓക്കെ, എഫിഷ്യൻസി ഈറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്, ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് അല്ലെ, ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട്. അപ്പൊ നമ്മൾ കൊടുക്കുന്ന ഔട്ട്പുട്ട്, നമുക്ക് ഫൈനലി കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ ബൈ ദി വർക്കിംഗ് സബ്സ്റ്റൻസ്. ഓക്കെ, പിന്നെ ഇൻപുട്ട് എന്ന് പറഞ്ഞാലോ നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് Q1 എവിടുന്ന്, സോഴ്സിൽ നിന്ന് അല്ലെ, Q1. പിന്നെ നമ്മൾ പറഞ്ഞു വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇനീഷ്യലി കൊടുക്കുന്ന ഹീറ്റും ഫൈനലി ഉള്ള ഹീറ്റും തമ്മിലുള്ള ഡിഫറൻസ് അല്ലെ. അതായത് Q1 ഹീറ്റ് ഉപയോഗിച്ചാണ് നമ്മുടെ വർക്കിംഗ് സബ്സ്റ്റൻസ് വർക്ക് ചെയ്യുന്നത്, അതിനുശേഷം Q2 ആയിട്ട് ഉള്ള ഹീറ്റിനെ സിങ്കിലോട്ട് വിടുന്നു അല്ലെ. സോ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ എന്താണ്, ഹീറ്റിലുള്ള ഡിഫറൻസ് അല്ലെ, Q1 മൈനസ് Q2 ബൈ Q1 പിന്നെയും വരും അല്ലെ. അപ്പൊ എന്ത് പറ്റും, നമുക്ക് Q1 മൈനസ് Q2 ബൈ Q1 ചെയ്യുമ്പോൾ കോമൺ ഡിനോമിനേറ്റർ വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ Q1 ബൈ 1 വരും, Q1 ബൈ Q1 1 വരും, Q2 ബൈ Q1 1 മൈനസ് Q2 ബൈ Q1 വരും. ഓക്കെ, സോ വർക്ക് എന്ന് പറഞ്ഞാൽ ഈ എഫിഷ്യൻസി ഓഫ് എ കാർനോട്ട് എഞ്ചിൻ എന്ന് പറഞ്ഞാൽ 1 മൈനസ് Q2 ബൈ Q1 ആണ്. ആൻഡ് വി ഓൾസോ നോ ദാറ്റ് Q2 ബൈ Q1 ഇസ് ഈക്വൽ ടു എന്താണ്, T2 ബൈ T1. ഓക്കെ, T2 ബൈ T1. ഓക്കെ, സോ നമുക്കറിയാം ഈറ്റ എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു 1 മൈനസ് T2 ബൈ T1. ഓക്കെ, സോ ഈ ഒരു ഇക്വേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. T1 എന്ന് പറഞ്ഞാൽ എന്താണ്, ടെമ്പറേച്ചർ ഓഫ് സോഴ്സ്, T2 എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ ഓഫ് ദി സിങ്ക്. ഓക്കെ, സോ ഈ ഒരു ഇക്വേഷനെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്താ പ്രോബ്ലംസും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, സോ തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞ ഈ ചാപ്റ്ററിൽ കാർനോട്ട് എഞ്ചിൻ, അതിന്റെ വർക്കിംഗ്, 4 പ്രോസസ്സുകൾ എന്തൊക്കെയാണ്, പിന്നെ PV ഡയഗ്രാം വരയ്ക്കുക, ഈ ഒരു പ്രോബ്ലം. ഓക്കെ, ഇതിൽ ഏതിൽ നിന്ന് വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. സോ ഇത് ഷോർട്ടായിട്ട് പഠിച്ചു വെക്കാം. ഓക്കെ അല്ലേ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ എന്താണ് ഇതിന്റെ ബാക്കി കണ്ടിന്യൂഷൻ, ഓക്കെ, കുറച്ച് ഇമ്പോർട്ടന്റ് പ്രോബ്ലംസും പിന്നെ നമ്മൾ വിട്ടുപോരുന്നത് നമ്മുടെ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഒക്കെ കിടക്കുവാണ്. ഓക്കെ, സോ അതെല്ലാം നമുക്ക് പക്കയായിട്ട് സെറ്റ് ആക്കാം. ഓക്കെ, ബൈ.